ഗുഡ് ഈവനിങ് മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ബുധനാഴ്ചകളും നമ്മൾ മൈൻഡ്ഫുൾനെസിന്റെ ഓരോ പാഠങ്ങളാണ് പഠിക്കുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ മൈൻഡ്ഫുൾനെസിന്റെ പ്രാധാന്യം എത്രയുണ്ടെന്ന് ഏകദേശം 60-ലധികം ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കി. ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ ഹോളിസ്റ്റിക് മൈൻഡ്ഫുൾനെസ്, സമഗ്രമായിട്ടുള്ള ഒരു മൈൻഡ്ഫുൾനെസിന്റെ തലങ്ങൾ, എങ്ങനെ മൈൻഡ്ഫുൾനെസ് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാം, ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ അത് ഉപയോഗിക്കാം എന്നൊക്കെ ലങ്കോ സാറിൽ നിന്നും നമ്മൾ കേട്ട് വരികയായിരുന്നു. ഇന്ന് ആ ക്ലാസിന്റെ തുടർച്ചയാണ്. എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നിങ്ങളുടെ പെർമിഷനോടുകൂടി ഇളങ്കോ സാറിനെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇളങ്കോ സാർ, യു ആർ വെൽക്കം. Thank you, Sabu sir, for giving me an opportunity. Really wonderful thing ആണ്. മൈൻഡ്ഫുൾനെസ്സിനെ എങ്ങനെ ലോകത്ത് സ്പ്രെഡ് ചെയ്യാമെന്ന് ഇത് തുടങ്ങിയ തിക് നാട്ട് ഹാ എന്ന് പറയുന്ന ഒരു ബുദ്ധിസ്റ്റ് മോങ്ക് പല ആൾക്കാർക്കും അവിടുത്തെ ആശ്രമങ്ങളിൽ വരുമ്പോൾ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചോ അല്ലെങ്കിൽ പൈസ വാങ്ങിച്ചോ, പൈസ വാങ്ങിക്കുന്ന പല സമയങ്ങളിൽ ഡിസിപ്ലിൻ വരാനും നമുക്ക് ആക്ച്വലി ഒരു സിൻസിയാരിറ്റി വരാനുമാണ് പല സ്ഥലങ്ങളിൽ പൈസ കളക്ട് ചെയ്യുന്നത്. ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് സർ. ഞാൻ ഒരു ഇതിലുമായിട്ട് പോകാം. ടുമോറോ മോർണിംഗ് ഇന്ത്യയിലെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ ഒരു സിനിമ റിലീസാകുന്നു. അപ്പം ഇത് റിലീസാകുന്നത് എൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറിൻ്റെ ഹസ്ബൻഡാണ്, മിസ്റ്റർ വൈശാഖ് സുബ്രഹ്മണ്യം. അപ്പം 20 ടിക്കറ്റ് പുള്ളി പേ ചെയ്ത് വാങ്ങിച്ച് എൻ്റെ കയ്യിൽ തന്ന് ഗീവ് ടു യുവർ സ്റ്റാഫ് എന്ന്. അപ്പൊ ഞാന് ആൾക്കാരുടെ അടുത്ത് 20 പേര് ആരൊക്കെ റെഡി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് 35 പേരാണ് യെസ് പറഞ്ഞത്. ഞാൻ പക്ഷെ ഒരു കാര്യം പറഞ്ഞു, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആണ് ടിക്കറ്റ് 8 o'clock മോർണിംഗ് ഇൻ ട്രിവാൻഡ്രം. അപ്പം 8 o'clock ട്രിവാൻഡ്രത്ത് തന്നെ 16 തിയേറ്ററിലാണ് ഓണാകുന്നത്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. ഞാൻ 20 ടിക്കറ്റ് ഫ്രീ ആയിട്ട് തരാം. ബട്ട് എനിബഡി ഹൂ ഈസ് നോട്ട് അറ്റൻഡിങ് തിയേറ്റർ ഹാസ് ടു പേ ഡബിൾ ദ എമൗണ്ട് ഓഫ് ദിസ് ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞപ്പോൾ പലരും വിഡ്രോ ചെയ്തിട്ട് കറക്റ്റായിട്ട് എനിക്ക് 20 പേരെ തന്നെ 21 പേർ വന്ന് പിന്നെ 20 പേരായിട്ട് മാറ്റി. ഇതാണ് സംഭവം. പൈസ ഫ്രീ എന്ന് പറഞ്ഞാൽ എല്ലാവരും യെസ് എന്ന് പറയും. പക്ഷേ സംടൈംസ് ദേ മേ അവൈൽ, ദേ മേ നോട്ട് അവൈൽ. മണി വാങ്ങിച്ച് ചെയ്യുന്നില്ല. ഇതാണ് ഞാൻ കുറേ ഈ മോങ്കുകൾ എന്തുകൊണ്ട് പൈസ MONK മോങ്കൊക്കെ പൈസ എന്തിനാ വാങ്ങിക്കുന്നത്, അവർക്ക് പൈസയുടെ ആവശ്യമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അവരുടെ അടുത്ത് കിട്ടിയ റിപ്ലൈ ആണ്. റീസൺ ഈസ് ഐ വാസ് വർക്കിംഗ് ഇൻ ഭൂട്ടാൻ ഫോർ 2 years. അവിടെ എല്ലാം ബുദ്ധിസ്റ്റ് മോങ്കുകളാണ്, റിംബൂച്ചീസ് എന്നാണ് അവരെ വിളിക്കുന്നത്. ഗോംഫയാണ് അവരുടെ സ്ഥലങ്ങളെല്ലാം. അപ്പം അവിടെയൊക്കെ അവർ ഇതേപോലെ ഉണ്ടെങ്കിലും എവറിത്തിങ് ഈസ് ഫ്രീ, ബട്ട് സംടൈംസ് വി ഹാവ് ടു ഓഫർ ഓൺ മണി ഓൺലി എന്ന് പറയും. ബട്ട് ഇനിഷ്യലി ഐ ടു വാണ്ട് ടു സ്പ്രെഡ് മൈൻഡ്ഫുൾനെസ് ആൻഡ് ഫ്രീ ഓഫ് കോസ്റ്റ്, സോ ദാറ്റ് ഈ മൈൻഡ്ഫുൾനെസ് സൊസൈറ്റിയിൽ സ്പ്രെഡ് ആകുവാണെങ്കിൽ കൂടുതലും അടിപിടി ബോംബ് ഇങ്ങനത്തെ പരിപാടികളിലെ ആൾക്കാർ ചിന്തിക്കില്ല. എല്ലാവരും കുറച്ചുകൂടെ സോഫ്റ്റ്വെയർ ആകുന്ന മാത്രമല്ല, ഒരു അഡ്ജസ്റ്റബിലിറ്റി, ഒരു അക്സെപ്റ്റബിലിറ്റി, ഇതെല്ലാം കൂടും. ഇത് കൂടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കുറേ പീരീഡുകളിൽ മീൻസ് പ്രോബ്ലി എനിക്കിത് 8, 10, 12 എനിക്ക് മറന്നുപോയി. ഞാൻ കുറച്ച് മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് ഒരു 4-5 സീരീസിൽ പോയിരുന്നു. പിന്നെ സാർ ഹോളിസ്റ്റിക് ലെവലിലാണ് പഠിപ്പിക്കാൻ പറഞ്ഞത്. ഹോളിസ്റ്റിക് ലെവലിൽ പ്രോബ്ലി 5 or 7 ആയി എന്ന് തോന്നുന്നു. അതിൽ ഞാൻ എല്ലാ സമയങ്ങളിലും പറയുന്നത് വാട്ട് ഈസ് ഹോളിസ്റ്റിക് ഈസ് മീൻസ് ഒരു ഹോൾസംനെസ് അല്ലെങ്കിൽ ഒരു റിലീജിയസ്റ്റിക്ലി ഒരു സ്പിരിച്വൽ മാനറിൽ ചിന്തിക്കുക. വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ബി ഫസ്റ്റ് പീസ് ആൻഡ് ഗെറ്റ് കാംനെസ്, ദെൻ ഡിസൈഡ് വാട്ട് യു വാണ്ട് ആർ ടേക്ക് റൈറ്റ് ചോയ്സ്. ഈ കാംനെസ്സും പീസും ഇറ്റ് വിൽ സപ്പോർട്ട് യു ടു ടേക്ക് റൈറ്റ് ഡിസിഷൻ. അതാണ് മെയിൻ തിങ്. അല്ലാതെ കാമും ഒരു വെപ്രാളത്തിലിരിക്കുന്ന ഒരു മനുഷ്യനും കാമായിരിക്കുന്ന മനുഷ്യനടുത്തും രണ്ടുപേരുടെ സെയിം പ്രോബ്ലം കൊടുത്താൽ കാമായിരിക്കുന്ന ആൾ ഈസിയറായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്തിടും. അല്ലെങ്കിൽ ലെസ് ടൈം കൺസംഷനിൽ
നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് കിട്ടും. ആ പ്രോബ്ലം സോൾവിങ് മെത്തഡോളജി അല്ലെങ്കിൽ പ്രോസസ് തന്നെ ഈ കാമായിരിക്കുന്ന ആള് കുറച്ചുകൂടെ ഫാസ്റ്ററായിട്ട് നീറ്റായിട്ട് ചെയ്യും. ഈ ടർബുലൻസിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനെ സംടൈംസ് ഹി മേ നോട്ട് അച്ചീവ് ദാറ്റ് ഈക്വൽ ഓഫ് ദ പേഴ്സൺ ഹൂ ഇസ് ഡൂയിങ് ഇറ്റ് വിത്ത് കാംനെസ്. അതാണ് ഈ മൈൻഡ്ഫുൾനെസ് മനുഷ്യനെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. യു ഓൾവേസ് ബി കാം, ബി ജെന്റിൽ, ബി പീസ്ഫുൾ. വൈ ഷുഡ് ഐ ബി പീസ്ഫുൾ എന്ന ഒരു ചോദ്യത്തിനാണ് അവർ പറയുന്നത്, മൈൻഡ്ഫുൾ ആയിട്ട് നീ ഇരുന്നാൽ നിന്റെ ബ്രെയിൻ ആക്ടിവിറ്റീസ് വിൽ ട്രൈ ടു സപ്പോർട്ട് യു. ദിസ് ഓൾവേസ് mindfulness gives two phases. One phase is mindfulness for me, the person who is trying to talk, the person who is trying to preach, the person who is trying to adopt it. When I am fully aware, when I am fully attending myself, എനിക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻഷ്യൽ മോഡിൽ കൂടെ മാത്രമേ പ്രീച്ച് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് മെത്തഡോളജിയാണ് മൈൻഡ്ഫുൾനെസ്സിന് ഈവൻ ഗുരുക്കളെല്ലാം പഠിപ്പിച്ചു തരുന്നത്. There are people who just read paper, or there are people who read in internet. Means last or 15 days back, I had attended a program somewhere else in the site that എവിടെയാണെന്ന് ഞാൻ പറയത്തില്ല, അത് മോശമായി പോകും. അതിൽ ഒരാൾ മൈൻഡ്ഫുൾനെസ് ക്ലാസ് എടുത്ത് എല്ലാം ഞാൻ കേട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ കുറേ കാര്യങ്ങൾ ലാസ്റ്റിൽ നമ്മൾ കമൻറ്റ് പാസ് ചെയ്യുമ്പോൾ അദ്ദേഹം തിക് നാട്ട് ഹാനെ കുറിച്ച് പറഞ്ഞില്ല, ജോൺ കബട്സിനെ കുറിച്ച് പറഞ്ഞില്ല. ഈ തിയറം വലിയ രീതിയിൽ മനസ്സിലായോ എന്ന് സാർ എവിടെ നിന്നാണ് പഠിച്ചതെന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. ഞാൻ 2 മൈൻഡ്ഫുൾനെസ് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു, പിന്നെ 2 or 3 നെറ്റിൽ ചെക്ക് ചെയ്തു. I really got wonderful happiness. Then I thought to take class, sir. And I am taking class. എനിക്ക് അങ്ങനെ ആൾക്കാർ മൈൻഡ്ഫുൾനെസ്സിൽ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ഞാൻ പറയുകയും ചെയ്തു, സർ അതിനകത്ത് ഇവിടെ ജസ്റ്റ് അറ്റ്ലീസ്റ്റ് എനുമറേറ്റഡ് അക്നോളജ് സ്റ്റാർട്ടിങ് ജെന്റിൽമാൻ തിക് നാട്ട് ഹാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇങ്ങനെയും മൈൻഡ്ഫുൾനെസ് ഇപ്പോൾ എന്താണ് സ്പ്രെഡ് ചെയ്യുന്നത്, എവിടെയാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് ഒരു വിഷമമുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും എല്ലാ പൊസിഷനിലും എല്ലാ ആൾക്കാരും ഒരു മൈൻഡ്ഫുൾനെസ് എന്നൊരു വാക്ക് വെറുതെ ആഡ് ചെയ്യുന്നു. സോ മൈൻഡ്ഫുൾനെസ് ഈസ് നോട്ട് ദാറ്റ് സിംപ്ലർ വേർഡ്. മൈൻഡ്ഫുൾനെസ് ഈസ് വൺ തിങ് വിച്ച് യു ഷുഡ് റിയലി പ്രാക്ടീസ് ബിഫോർ യു ടോക്ക് അബൌട്ട് മൈൻഡ്ഫുൾനെസ്. ഇതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ടു എനിബഡി ആൻഡ് എവരിബഡി. ദാറ്റ് ജെന്റിൽമാൻ, ബിക്കോസ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഒറ്റ ലൈനാണ്. യു കനോട്ട് ഡു മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് മൈൻഡ്ഫുൾനെസ്. സോ മൈൻഡ്ഫുൾനെസ്സിൻ്റെ ദാറ്റ് മീൻസ് അല്ല, മൈൻഡ്ഫുൾനെസ് ചെയ്യുന്നവർ അല്ല, ഇത് മൾട്ടി ടാസ്കിങ് ചെയ്യുന്നവരെല്ലാം മൈൻഡ്ഫുൾ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഹാസ് ടു ബി ഡിബേറ്റഡ് ഫോർ സം ടൈം, then has to be answered. Because mindfulness always പഠിപ്പിച്ചു തരുന്നതെന്ന് പറഞ്ഞാൽ ബി അവെയർ ആൻഡ് ബി അറ്റൻറ്റീവ്. നീ അതിന് അവെയർ ആയിരിക്കണം, നീ അതിനെ അറ്റൻഡ് ചെയ്യണം. അവെയർ ആകുന്നത് ഞാൻ ഈ കാര്യം ചെയ്യുമ്പോൾ, ഓക്കെ ഞാൻ ഐ എം ഗോയിങ് ടു ഡു മൾട്ടി ടാസ്കിംഗ് എന്ന് അവെയർ ആകുമ്പോൾ, വെൻ യു അറ്റൻഡ് മൾട്ടി ടാസ്കിംഗ് യു വിൽ ഏബിൾ ടു അറ്റൻഡ് 1 at a time. നീ 3 കാര്യം ചെയ്യുമായിരിക്കും. ഇവിടുത്തെ റേഡിയോ കേട്ടോണ്ട് കിച്ചണിൽ ഒരു ചായ ഇടുന്നതിന് പാല് തിളപ്പിച്ച് അടുത്ത അടുപ്പിൽ ഒരു മലക്കറിക്ക് വെച്ചിരുന്നാൽ പോലും ദ റൈറ്റ് അറ്റൻറ്റീവ്നെസ് ടെൽസ് യു ദാറ്റ് യു ആർ അറ്റൻഡിങ് ഫോർ some fraction of second to the milk boiling, some fraction of second to boiling of vegetable, some fraction of second to your radio hearing. അപ്പം 3 ഒരേ സമയത്ത് സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നുണ്ടോ എന്ന് പീപ്പിൾ ഷുഡ് റിയലി അനലൈസ് ഇറ്റ് ആൻഡ് കം ഫോർവേഡ്. ഇതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അഗെയിൻ ഐ എം റിപ്പീറ്റിംഗ് മൈ ബേസിക്സ്. മൈൻഡ്ഫുൾനെസ് ഓൾവേസ് ടെൽസ് യു ദാറ്റ് ബി അവെയർ, അറ്റൻഡ്. The third important thing is without any pre-judgment. മനുഷ്യൻ സ്വസ്ഥമായി ജീവിക്കണമെങ്കിൽ അവൻ എപ്പോഴും എൻ്റെ അച്ഛൻ ഇങ്ങനെയായിരുന്നു, മുണ്ടുടുത്തോണ്ടിരുന്നു, ഇപ്പോൾ ഞാനും വലിയ ആളായി കഴിഞ്ഞാൽ മുണ്ടുടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയേ ജീവിക്കാവൂ. സൗത്ത് ഇന്ത്യയിലാണെങ്കിൽ
നമ്മൾ റൈസ് കൊണ്ട് മാത്രമേ കഴിക്കാവൂ. മീൻസ് റൈസ് കൊണ്ടെന്ന് പറഞ്ഞാൽ ദോശ, ഇഡ്ഡലി, അപ്പം ഇങ്ങനത്തെ കഴിക്കാവൂ എന്നൊക്കെ പറഞ്ഞ തിയറികളിൽ ഇരുന്നെല്ലാം ഇപ്പോഴത്തെ പിള്ളേർ മാറി വരികയാണ്. അവരെല്ലാം രാവിലെ കഴിക്കുന്നതല്ല, ഈവൻ സർക്കാഡിയൻ റിതം നമ്മളെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടിരുന്നതൊക്കെ ഇപ്പോഴത്തെ ടെക്കീസ് ആർ ചേഞ്ചിങ് ഇറ്റ്. ദേ ഓൾ വർക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ വർക്കിംഗ് ആർ നോട്ട്. അവർ അല്ലെങ്കിൽ സെൽഫോൺ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് രാത്രികളാണ്. രാവിലെ ദേ ഗെറ്റ് അപ്പ് ബൈ ഓൺലി 11 o'clock or after 10:30 or 12 o'clock. ദേ ഹാവ് ബ്രഞ്ച്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒരുമിച്ചാണ് കഴിക്കുന്നത്. അങ്ങനെ കുറേ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചേഞ്ചസ് വരുമ്പോഴാണ് ആക്ച്വലി മൈൻഡ്ഫുൾനെസ് ഇസ് റിയലി വർക്കിംഗ് എന്നാണ് ഞാൻ കണ്ടെത്തിയത്. ബിക്കോസ് we are being ever taught to move along with the same thing what my father was doing. My father was doing what his father was doing. ഇങ്ങനെ സിമിലർ സിസ്റ്റത്തിൽ കൂടെ നമ്മൾ പോകുമ്പോൾ അവർ ന്യൂറൽ നെറ്റ്വർക്ക്സ് ആർ വെൽ ഡിഫൈൻഡ്. അതിനകത്ത് ചേഞ്ചസ് സംഭവിച്ചിട്ടേ ഇല്ല. നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഈവൻ ഈ വാട്ടർ തീം പാർക്കിലൊക്കെ നോക്കുമ്പോൾ ഓരോ ഗെയിംസും എത്ര റിസ്കി, എത്ര പ്രോബ്ലമാറ്റിക് എന്ന് നമ്മൾ ചിന്തിച്ച് പലരും ആദ്യകാലങ്ങളിലൊക്കെ അറ്റൻഡ് ചെയ്യാതിരുന്ന സമയമുണ്ട്. അതെനിക്കറിയാം. അപ്പം ഈവൻ ഇൻക്ലൂഡിങ് ഐ വാസ് ട്രൈങ് ടു അവോയ്ഡ് ഇറ്റ്. ബട്ട് പിന്നെ അടുത്ത മൈൻഡിലാണ് വന്നത്, ഇഡിയറ്റ്, വൈ ആർ യു നോട്ട് ട്രൈങ് ആൻഡ് ടേക്കിംഗ് റിസ്ക് ഓൺ ജമ്പിങ്? പ്രോബ്ലി 4 to 5% ആർ ഡൂയിങ്, വൈ നോട്ട് യു എന്ന് എൻ്റെ മൈൻഡ് എന്നോടത്ത് ചോദിച്ചപ്പോഴാണ് ഐ സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. അപ്പം ഇതൊക്കെ എന്താ സംഭവിക്കുന്നു പറഞ്ഞാൽ, വെൻ വി ഡു ഇറ്റ് എ ഡിഫറെൻറ്റ് തിങ്, വെൻ വി സീ ദാറ്റ് ഇറ്റ് ഈസ് അഡ്വഞ്ചറസ് ആൻഡ് വി ക്യാൻ ഡു ഇറ്റ്, നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്ക്സ് ട്രൈ ടു ടേൺ ന്യൂ പാത്വേസ്. പുതിയ പാത്വേസിൽ വരുമ്പോൾ ഇഷ്ടംപോലെ പാത്വേസ്, മില്യൺസ് ഓഫ് പാത്വേസ് ന്യൂ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് ന്യൂ ആയിട്ട് പോവുകയാണെങ്കിൽ വി ക്യാൻ ടേക്ക് ഡിസിഷൻസ് ഫാസ്റ്റർ. We can take innovative decisions. We can move little ahead than the guy who is going on conventional mode or conventional method മൂവ് ചെയ്യുന്ന ആളിനെക്കാട്ടിലും ഈ നോൺ കൺവെൻഷണൽ അല്ലെങ്കിൽ ഒരു റാഷണൽ അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് മെത്തേഡിൽ പോകുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ ഗുണം ചെയ്യുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് ഒരു ഏരിയയും കൂടെ ഇപ്പോൾ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഗെയിമിഫിക്കേഷൻ എന്ന് ഒരു തിയറി ഇപ്പോൾ ലാസ്റ്റ് ഒരു പ്രോബ്ലി 5 to 7 years ആയിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗെയിമിഫിക്കേഷൻ ഇസ് എ തിയറി വിച്ച് റൺസ് വെരി ഫാസ്റ്റ് ടു ടേക്ക് ഡിസിഷൻസ് ഇൻ ദ മാനേജ്മെന്റ് ഏരിയ. ഗെയിമിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ, എനിത്തിങ് ആൻഡ് എവറിത്തിങ് ട്രൈ ടു ടീച്ച് ത്രൂ ഗെയിംസ്. ഗെയിംസ് എന്ന് പറയുന്നതിൽ ഈവൻ വലിയ വലിയ ആൾക്കാരുടെ ചില ചെറിയ ചെറിയ ഗെയിമുകൾ കൊടുത്ത് ആ ഗെയിമിൽ എത്ര മാർക്ക് വാങ്ങിക്കുന്നു. ആ ഗെയിം എന്ന് പറഞ്ഞാൽ വലിയ വലിയ കഷ്ടപ്പാടുകളുള്ളതൊന്നുമല്ല, വളരെ സിമ്പിളറാണ്. നൈക്കി ഷൂ ഉണ്ടാക്കിയത് എന്താന്ന് പറഞ്ഞാൽ, നീ 10 kilometer ഓടിക്കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ നിനക്കൊരു ഗിഫ്റ്റ് വരും. ആ ഗിഫ്റ്റ് വരുന്നതിന് മുമ്പ് യു ഹാവ് ടു എൻഡോസ് എന്താ ഓൺലൈനിലെ ഒരു 3-4 ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങൾ സിമ്പിളർ ചോദ്യങ്ങളാണ്. അത് കഴിഞ്ഞ് 2-3 ഗെയിമുകൾ കാണും. ആ ഗെയിമിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് വളച്ചോടിക്കുമ്പോൾ യു ഗെറ്റ് ഗിഫ്റ്റ് എ, ഗിഫ്റ്റ് ബി, ഗിഫ്റ്റ് സി എന്നൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ റീസൺ എന്താണെന്ന് കണ്ടെത്തുമ്പോൾ ദേ വാണ്ട് ടു ബ്രിങ് ദ പീപ്പിൾ ടു ബി അറ്റൻറ്റീവ് ആഫ്റ്റർ ഗെറ്റിംഗ് അവയർനെസ്. അപ്പോൾ മൈൻഡ്ഫുൾനെസ് തിയറിയുടെ യഥാർത്ഥ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഐ വിൽ സേ ദാറ്റ് ഗെയിമിഫിക്കേഷൻ ഈസ് ദ ബെസ്റ്റ് ആപ്ലിക്കേറ്റീവ് തിയറി ഓഫ് മൈൻഡ്ഫുൾനെസ്. അപ്പോൾ മൈൻഡ്ഫുൾനെസ്സിനകത്ത് എന്താണ് ഹോളിസ്റ്റിക് മൈൻഡ്ഫുൾനെസ്? ഹോളിസ്റ്റിക് മൈൻഡ്ഫുൾനെസ് ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ പറഞ്ഞിരുന്നു. ഐ വിൽ റിപ്പീറ്റ് ഇറ്റ്. Mindfulness always talks about a single person who is trying to talk, who is trying to observe, who is trying to get it. Adi ilangoyanu. When I talk about mindfulness tells about only ilango. But holistic mindfulness varumbol nammal ഞാൻ മാത്രമല്ല സൊസൈറ്റിയെ നന്നാക്കാൻ വേണ്ടി എത്ര പേര് കഷ്ടപ്പെടുന്നു, എന്തൊക്കെ പേരുകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മുമ്പിലിരിക്കുന്ന ആളും ഈ നമ്മൾ രണ്ടുപേരെയും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെയും ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റുന്ന തേർഡ് പാർട്ടീസ് in our home or in our school or in our society, in our coffee shop, in our
പേപ്പർ റീഡിങ് ഏരിയ. അതാണ് മൂന്നാമത്തെ ഏരിയ, മൂന്നാമത്തെ ആള്. ദാറ്റ് ഒന്ന് അവരെ കൊണ്ട് ഞാൻ ഇൻഫ്ലുവൻസ് ആവും, എന്നെ കൊണ്ട് അവർ ഇൻഫ്ലുവൻസ് ആവും. ദ ഫോർത്ത് വൺ ഈസ് എൻവയോൺമെന്റ്. എൻവയോൺമെന്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. ഇപ്പോൾ എല്ലാ ആൾക്കാരും ഇതാ, ഞാൻ വീട്ടിനകത്ത് കയറുന്നതിന് മുമ്പ് AC ഓൺ ചെയ്തിട്ടാണ് വീട്ടിനകത്ത് ഇപ്പോൾ വരുന്നത്. അത് ബിക്കോസ് ദ എൻവയോൺമെന്റ് വാസ് നോൺ കൺഡ്യൂസീവ് ടു മീ വെൻ ഐ കം ഹോം എന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ കൺഡ്യൂസീവ് സ്റ്റൈലിലോട്ട് മാറ്റാൻ ശ്രമിക്കുകയാണ്. മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഈവൻ ദോ ഇറ്റ് ഹെൽപ്സ് മീ ലിറ്റിൽ ബിറ്റ് പ്ലസന്റ് വെൻ ഐ സിറ്റ് ഇൻസൈഡ്. പക്ഷെ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര ചൂട് പുറത്ത് കളയുന്നു, എത്ര കാർബൺ പുറത്തു പോകുന്നു എന്നൊക്കെ ഞാൻ ചിന്തിക്കാത്തത് കൊണ്ടാണ് ഞാൻ AC ഇടുന്നത്. യഥാർത്ഥത്തിൽ ദ പേഴ്സൺസ് ഹു ആർ യൂസിങ് AC, എയർ കണ്ടീഷൻ, ആർ ട്രൈങ് ടു ഡിസ്ട്രപ്റ്റീവ് മോർ ടു ദ സൊസൈറ്റി ദാൻ ഹി എൻജോയ്സ് എന്നാണ് പുതിയ തിയറി കണ്ടെത്തുന്നത്. അപ്പം ഈ നാലാമത്തത്, ഇപ്പൊ വൈ ഡു ഐ ടോക്ക് സോ, ഞാൻ ഈ കാർബണിന്റെ എമിഷൻ ഇത്രയാണ്, അല്ലെങ്കിൽ ചൂട് ഇത്രയാണ്, ഔട്ട്സൈഡിൽ കൂടുതൽ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നു ഒരു എയർ കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഐ ആം ഇൻട്രസ്റ്റഡ് ഓൺ എൻവയോൺമെന്റ്. സോ എൻവയോൺമെന്റ് ആൾസോ പ്ലേസ് വൈറ്റൽ റോൾ ഇൻ ദ സൊസൈറ്റി ഇൻ ദാറ്റ് എവറി ഹ്യൂമൻ ആർ എയ്തർ made enjoyable or be the part of the society to improve humankind. അപ്പോൾ ഹ്യൂമൻ കൈൻഡ് ഇംപ്രൂവ് ആണെങ്കിൽ മെയിൻ ഞാൻ എന്നെ മാത്രം ചിന്തിച്ചാൽ പോരാ. അതിനകത്ത് കഴിഞ്ഞതിലെ ഒരു സാറ് ചോദിച്ചിരുന്നു, സാറേ ഞാൻ ഇങ്ങനെ വായൊക്കെ അടച്ചിടുന്ന ഞാൻ പൊട്ടെന്നോ അല്ലെങ്കിൽ ഒന്നും കഴിവില്ലാത്തില്ലെന്ന്. അത് നമ്മൾ സിംഗിൾ മാത്രം എന്നെ കൊണ്ട് മാത്രം ഞാൻ എപ്പോഴും എന്ത് കുറ്റങ്ങൾ നാട്ടുകാർ ചെയ്താലും എൻ്റെ അല്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കുകയും ഞാൻ ബിഹേവ് ചെയ്യുന്ന ആ സമയത്ത് മാത്രമാണ് അങ്ങനെ തോന്നുന്നത്. പക്ഷേ അടുത്ത ആളെയും നമ്മൾ കുറച്ചുകൂടെ കൺവെർട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ, തേർഡ് പാർട്ടീനും കൂടെ കൺവെർട്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി when 1 and 2 becomes, third gets little bit influenced, and when 1, 2, 3 are influenced, automatically the fourth person also getting influenced. അതാണ് നമ്മൾ ഈ ഹോളിസ്റ്റിക് മൈൻഡ്ഫുൾനെസ്സിൽ കൂടെ ചിന്തിക്കുന്നത്. പണ്ട് ഈ മരങ്ങളിലെല്ലാം കട്ട് ചെയ്ത് അവരവരുടെ വീട്ടിലൊക്കെ വലിയ വലിയ സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ടാക്കി ഷൈനിങ് ആയിട്ട് കാണിക്കുവാണെങ്കിൽ, ഇപ്പോൾ IGBC മീൻസ് ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കമ്മീഷൻ, ഓക്കെ, കൗൺസിൽ ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിൽ. ഈ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിൽ എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ, യു ബി മോർ മൈൻഡ്ഫുൾ ആർ ബി അറ്റൻറ്റീവ് ദാറ്റ് നിന്റെ സന്തതികൾ അല്ലെങ്കിൽ അവരുടെ മക്കൾ, നിങ്ങളുടെ മക്കളുടെ മക്കൾ ഹാസ് ടു ആൾസോ ലിവ് ഇൻ ദി സൊസൈറ്റി. വെൻ ദേ ലിവ് യു ട്രൈ ടു സപ്പോർട്ട് ദം. മീൻസ് നീ ഒന്നുമില്ലെങ്കിൽ നീ അവർക്കുള്ള അസറ്റ്സിനെ നഷ്ടപ്പെടുത്താതെ പോവുകയാണെങ്കിൽ അത് തന്നെ നീ യു ആർ ട്രൈങ് ടു സപ്പോർട്ട് ദ പീപ്പിൾ എന്നാണ് ഈ ഗ്രീൻ ബിൽഡിംഗ് കോൺസെപ്റ്റ് തന്നെ പറഞ്ഞു വരുന്നത്. നോട്ട് ഓൺലി ഗ്രീൻ ബിൽഡിംഗ് കോൺസെപ്റ്റ്, every concept nowadays are talking about a future generations, future society. ഇതെല്ലാം എന്താണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ, think about it, not only you but also the holistic manner. അപ്പോൾ ഈ ഹോളിസ്റ്റിക്കിന്റെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞാൽ, യു സൈമൾട്ടേനിയസ്ലി തിങ്ക് അബൌട്ട് അതേഴ്സ്. ഈ അതേഴ്സിൽ നിങ്ങളുടെ നെക്സ്റ്റ് ജനറേഷൻ വരാം, നിങ്ങളുടെ കൗണ്ടർ പാർട്ട് വരാം, നിങ്ങളുടെ കണ്ടംപററി പീപ്പിൾ വരാം, നിങ്ങളുടെ മുകളിലത്തെ ആൾ വരാം, താഴത്തെ ആൾ വരാം. ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കണമെന്ന് പറഞ്ഞാണ് നമ്മുടെ സാബു സാർ ഇങ്ങനെ ഒരു ടോപ്പിക് കൂടെ ഡിസൈൻ ചെയ്തത്. മീൻസ് മൈൻഡ്ഫുൾനെസ് അലോൺ മെ നോട്ട് ബി 100% achievable or fetchable to the society. Therefore, let me design such a topic of holisticness by which the society gets real fruit of the mindfulness. അപ്പോൾ mindfulness talks about aware, attend without prejudgment, then enjoy moment to moment experience. moment to moment experience എന്ന് പറഞ്ഞാൽ ഓരോ മൊമെന്റിലും ഈ മൊമെന്റും അടുത്ത മൊമെന്റും സെയിം അല്ല. they may be similar but they are not same at all.
അപ്പൊ ഈക്വലും ഈക്വിവാലന്റ് എന്നും ഈക്വലന്റ് എന്ന് കണക്ക് പഠിച്ചവരെല്ലാം പഠിച്ചു കാണും. കണക്കില് ഒരു ഹയർ മാത്സിലൊക്കെ ഈക്വിവാലന്റ് എന്ന് പറയും. അപ്പൊ മൂന്നും ഈക്വൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണക്കിൽ ന്യൂമറിക്കൽ സിസ്റ്റത്തിൽ നമ്മൾ വി സേ ദാറ്റ് ഇറ്റ് ഇസ് ഈക്വൽ. ബട്ട് മെനി ടൈംസ് ഈ 3നെ കട്ട് ചെയ്ത് 2+1 ഇവിടെ 1+2 എന്ന് പറഞ്ഞാൽ അത് ഈക്വൽ ആണെന്ന് വെച്ചാൽ ഇറ്റ്സ് ഈക്വിവാലന്റ് എന്ന് പറയും. അപ്പൊ A+Bയും B+Aയും ഈക്വൽ ആണോ എന്ന് പറഞ്ഞാൽ അല്ല, രണ്ടും വേറെ വേറെയാണ് എന്നൊക്കെ. അപ്പം ബട്ട് ദെയർ ടോട്ടൽ വാലൻസി ഈസ് ഈക്വൽ. ഇതാണ് സൊസൈറ്റിയിലെ മൈൻഡ്ഫുൾനെസ് ഇസ് ട്രൈങ് ടു ടെൽ യു. യു ഗോ ഫ്രം ഹിയർ ടു ദെയർ ടു ഹിയർ. എല്ലാ സ്ഥലങ്ങളിലും യു ബിഹേവ് only in a particular moment, in a particular form. അടുത്ത മൊമെന്റിലെ നീ യു മേ ബി തിങ്കിങ് ദാറ്റ് നീ ഇന്നലെ ബിഹേവ് ചെയ്ത പോലെ ബിഹേവ് ചെയ്യാന്ന്. അല്ല, നിന്റെ ഇന്നലത്തെ ബിഹേവിയറിലും ഇന്നത്തെ ബിഹേവിയറിലും ഒന്നുമല്ലെങ്കിൽ ആ കാറ്റിന്റെ പ്രഷർ എങ്കിലും വ്യത്യാസം വരും. അപ്പം ദേ ആർ നോട്ട് എക്സാക്ട്ലി ഈക്വൽ. അതുകൊണ്ട് ഈച്ച് മൂവ്മെന്റ് ഈസ് ഡിഫറെന്റ് എന്ന് മനസ്സിലാക്കുക. When you think that each movement is different, you will try to absorb or live in each moment. Simultaneously, you request the next neighbor or the opposite person also about the same thing. മൈൻഡ്ഫുൾനെസ്സിന്റെ ബേസിക് ഞാൻ എന്നും പറയുന്ന 7 വേർഡുകളേ ഉള്ളൂ. അവെയർ, അറ്റൻഡ്, ബി പ്രസന്റ് ടു മൂമെന്റ് ആൻഡ് ഡു നോട്ട് ഹാവ് എനി പ്രീ ജഡ്ജ്മെന്റ് and have tried to be beginner's mind, curiosity and let go. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. മൈൻഡ്ഫുൾനെസ് ഇതിന് കൂടുതൽ ഒന്നുമേ അല്ല. ഈ 7 വാക്കുകൾ ഒരുമിച്ച് ഉണ്ടാക്കിയ ഒരു കഷായമാണ് മൈൻഡ്ഫുൾനെസ്. അപ്പം ഇതിനകത്ത് വെദർ ഇറ്റ് ഈസ് പ്രാക്ടിക്കബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കബിൾ. ഞാൻ ഓർത്തന് എന്നെ പിച്ചാത്തി കൊണ്ട് കുത്താൻ വരുന്നു, അല്ലെങ്കിൽ ചീത്ത വിളിക്കുന്നു, അല്ലെങ്കിൽ പോലീസുകാരാന്ന് ഞാൻ എന്തൊക്കെയോ റോഡിൽ പറയുന്നു, ഇതെല്ലാം കേട്ടോണ്ട് ഞാൻ കണ്ണടച്ചോണ്ട് പോകാൻ പറ്റുമോ, ഞാനൊരു മനുഷ്യനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇനിഷ്യലി വി മേ ഫീൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ബട്ട് ഇറ്റ് ഇസ് പോസിബിൾ ഇൻ കേസ് ഇഫ് യു ഫീൽ ദാറ്റ് അതർ ഗൈ ഈസ് ഹാവിങ് സം പ്രോബ്ലം. ഇത്രയേ ഉള്ളൂ. അപ്പൊ അതിന്റെ സൊല്യൂഷനാണ് എന്നൊക്കെ പഠിപ്പിച്ച് ഗുരുക്കൾ പഠിപ്പിച്ചു തന്നത്. ഓൾവേസ് വെൻ സംബഡി ഈസ് ഡൂയിങ് മിസ്റ്റേക്ക് or somebody is deviant, try to think that guy is having disorder. Automatically you will feel that, and you are always right. നമ്മൾ നല്ലത് മാത്രമല്ലേ, നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം ചെയ്താലും, ഇപ്പൊ ഞാനൊരു കള്ളത്തനം ചെയ്യുവാണെങ്കിലും എൻ്റെ മനസ്സിലേത് നല്ലതായിട്ട് തോന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഐ വാണ്ട് ടു അച്ചീവ് സംതിങ്, therefore I am doing it. So am I supposed to do it? Yes, I have to achieve the objective, therefore I am doing it. ഞാൻ ഒരു സൊലാസ് എടുക്കുവാണെങ്കിൽ I am doing it right manner. But that may be being looked after or seen by other guy not in the same manner. അങ്ങനെ ഉണ്ടെങ്കിൽ what should you do എന്ന് പറഞ്ഞാൽ you live moment to moment. വേറെ ഒന്നും നീ ചിന്തിക്കരുതെന്ന്. കഴിഞ്ഞ മൊമെന്റിനോ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഒരാൾ ചെയ്തപ്പോൾ ഇങ്ങനത്തെ ഇമ്പാക്റ്റ് അല്ലേ വന്നത്, ആ റെഫറൻസ് എടുക്കുമ്പോഴാണ് നീ കുഴപ്പത്തിൽ ചാടുന്നത്. നീ റെഫറൻസ് എടുക്കല്ലേ, ആ മൊമെന്റിൽ ഫ്രഷ് ആയിട്ട് ജീവിക്കുക. പിന്നെ ബൈ ചാൻസ് ഇഫ് സംതിങ് ഹാപ്പൻ റോങ്, നിന്റെ ആ ഡിസിഷൻ കൊണ്ട് ഒരു ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ആക്ഷൻ കറക്റ്റ് അല്ല എന്ന് നിനക്ക് തോന്നുവാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഒന്നുമല്ല, യു ലെറ്റ് ഗോ. ഈ കാലമും കടന്നു പോകും, പോട്ടെ. അത് കഴിഞ്ഞ് അടുത്ത മിനിറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ അടുത്ത മൊമെന്റ് വരുമ്പോൾ അടുത്ത ആക്ഷൻ വരുമ്പോൾ ട്രൈ ടു കറക്റ്റ് യുവർ സെൽഫ്. ഇത്രയേ പഠിപ്പിച്ചു തരുന്നുള്ളൂ ഈ മൈൻഡ്ഫുൾനെസ് ആർ ഹോളിസ്റ്റിക് മൈൻഡ്ഫുൾനെസ്. ഇതിനകത്ത് വലിയ ഒരു പ്രോബ്ലം ഒന്നുമില്ല. ഇറ്റ് ഈസ് എ വെരി സിംപ്ലർ തിങ്, ബട്ട് ഇറ്റ് ഈസ് എ ടഫർ തിങ് ടു അഡോപ്റ്റ് ഇറ്റ് ഇനിഷ്യലി. ആ ചിന്തയിലോട്ട് പോയി കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം നമ്മുടെ മുകളിൽ ഒരു സീല് കുത്തും. ഇവനടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല, അവനൊന്നും റെസ്പോണ്ട് ചെയ്യത്തില്ല, അവൻ ചൂടാകത്തില്ല, അവനൊരു മണ്ടനാണ്, അല്ലെങ്കിൽ അവൻ നോൺ റെസ്പോൺസീവ് ഒരു ഡെഡ് ബോഡി ആണെന്ന് വേണമെങ്കിൽ സീൽ ചെയ്താൽ പോലും ലെറ്റ് us not mind about them. We carry on, move on in our pathway of mindfulness. പിന്നെ ഓരോരോ പുതിയ പുതിയ ആക്ഷൻസ് കിട്ടുമ്പോഴും if we analyze it, we will have
ബെറ്റർ ന്യൂറൽ പാത്വേ. ന്യൂറൽ പാത്വേയിലെ പല സമയങ്ങളിലും ഇഫ് യു സീ ദാറ്റ് ഈ സ്ട്രോക്ക് ചെയ്യുമ്പോൾ ഓരോരോ ഏരിയ ആണ് ഡിസ്റ്റർബൻസ് ആകുന്നത്. ഓഡിയോയ്ക്ക് വേറെ, അല്ലെങ്കിൽ വിഷ്വലിന് വേറെ, ഫുഡ് ഐറ്റംസിന് വേറെ, സെൻസറിനെ വേറെ, എവാലുവേഷന് വേറെ, ഡിഫറെൻറ്റ് ഏരിയകളാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്ന സയൻറ്റിസ്റ്റുകൾ. അത് റിയലി ട്രൂ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റിൽ സയൻറ്റിസ്റ്റ് ആർ സെർച്ചിങ് ഫർദർ ആൻഡ് ഫർദർ. ഇപ്പോൾ തൽക്കാലം 100 കേസിൽ 80 കേസുകൾ അവർ ഉദ്ദേശിച്ച പോലെ നടന്നത് കൊണ്ട് ആ ഏരിയ എന്നാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നതായിട്ട് സയൻസ് പറയുന്നത്. സയൻസ് ഈസ് നോട്ട് പെർമനന്റ് വൺ, ഇറ്റ് ഈസ് എവർ റോളിങ്. അല്ലെങ്കിൽ ആ മൊമെന്റിൽ റൈറ്റ് എന്ന് തോന്നുന്നത് മാത്രമാണ് സയൻസ് എന്നും പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഈവൻ കൊറോണ അല്ലെങ്കിൽ കോവിഡ് കാലത്ത് പോലും ഈ മൈൻഡ്ഫുൾനെസ് ചെയ്യുന്നത് ഓരോരായും നമ്മളെ എന്നും എല്ലാ സമയങ്ങളിലും പോസിറ്റീവ് ഈസ് ഗുഡ് നമ്മളെ പഠിപ്പിച്ചത്. കൊറോണയാണ് നമ്മളെ പഠിപ്പിച്ചു തന്നത് നെഗറ്റീവ് ഈസ് ഫാർ ബെറ്റർ ദാൻ പോസിറ്റീവ് എന്ന്. അപ്പോൾ വി ഹാവ് ടു ചേഞ്ച് അവർ തിയറി, ചേഞ്ച് അവർ നോംസ് വെൻ സം അതർ സിറ്റുവേഷൻ കംസ് എന്നൊരു പുതിയ തിയറി കൂടെ കൊറോണ നമ്മളെ പഠിപ്പിച്ചതായിട്ട് എനിക്ക് മൈൻഡ്ഫുൾനെസ്സിൽ കൂടെ തോന്നി. ബിക്കോസ് നമ്മൾ എല്ലാ ദിവസവും എല്ലാ സമയവും ബി പോസിറ്റീവ്. പക്ഷെ പോസിറ്റീവ് ഈസ് എ വെരി റോങ് തിങ് എന്ന് കൊറോണ പഠിപ്പിച്ചു തന്നു. എനിക്ക് പോസിറ്റീവ് ആണെന്നോ അല്ലെങ്കിൽ അയൽവാസിക്ക് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അവനെ നമ്മൾ ക്വാറന്റൈൻ ചെയ്യാൻ പറയുമായിരുന്നു. പക്ഷെ ഈസ് ടെല്ലിങ് ദാറ്റ് ഈസ് നെഗറ്റീവ്, നമ്മൾ അവനെ കെട്ടിപ്പിടിക്കാൻ റെഡിയാണ്. റോയ് സാർ, ഞാൻ ശരിയല്ലേ സാർ? അതെ. അപ്പൊ നെഗറ്റീവ് അത് പറയുന്ന തിയറിനെ പോലും മാറ്റി. ആ മാറ്റിയത് എന്ത് സംഭവിച്ചു? വെൻ ഐ ലീവ് മൂമെന്റ് ടു മൂമെന്റ് ഐ അക്സെപ്റ്റ് ഇറ്റ് ദാറ്റ് നെഗറ്റീവ് ഈസ് ആൾസോ റിയലി ഗുഡ് വൺ. അല്ലെങ്കിൽ എനിക്ക് നെഗറ്റീവ് ഗുഡ് എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ നോട്ട് അറ്റ് ഓൾ പോസിബിൾ. ബിക്കോസ് നെഗറ്റീവ് ഈസ് എവർ സെഡ് ടു ബി സ്ട്രൈക്കൺ ഓഫ് മെറ്റീരിയൽ, അല്ലെങ്കിൽ ടു ബി സ്ട്രൈക്കൺ ഓഫ്. അവരെ മാറ്റേണ്ട ഒരു കാര്യമാണ് എൻ്റെ നെഗറ്റീവ്. പക്ഷേ ഈ കോവിഡ് പുതിയതായിട്ട് പഠിപ്പിച്ചത് നോട്ട് ഓൺലി ഹൈബ്രിഡ് സിസ്റ്റം, നോട്ട് ഓൺലി വിർച്വൽ സിസ്റ്റം, ബട്ട് ആൾസോ നെഗറ്റീവ് സിസ്റ്റം ഈസ് ഓൾവേസ് ബെറ്റർ സിസ്റ്റം എന്നും കൂടെ പഠിപ്പിച്ചു തന്നു. Therefore, mindfulness carries you to live in any spot, whether you are positive, whether you are negative, try to accept it. അതാണ് റെയിൻ ടെക്നിക്സിൽ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. റെയിൻ ടെക്നിക്സിൽ സിമ്പിൾ എ സ്റ്റാൻഡ്സ് ഫോർ അക്സെപ്റ്റൻസ്. നമ്മൾ എന്ത് ചെയ്താലും റിയലൈസ് ചെയ്യുക. I am said to be a wrong guy. Yes, accept that I am a wrong guy. I am said to be not at improved guy. Yes, accept it. I am not at improved guy. I am said to be a guy who has grown beyond acceptance level. Yes, I have grown beyond that. ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മൈൻഡിൽ ടർബുലൻസ് വരത്തില്ല, ഡിജക്ഷൻ വരത്തില്ല. ഡിജക്ഷൻ വന്നില്ലെങ്കിൽ റിജക്ഷൻ വരത്തില്ല. To avoid dejection and rejection, we should learn to accept it. So how is it possible? When I myself initially controls, I start accept it. എന്നെ കാണുമ്പോൾ എൻ്റെ കുടുംബത്തിലുള്ള രണ്ടാമത്തെ പാർട്ടി ചിലപ്പോൾ ആദ്യമൊക്കെ ചിരിച്ചാലും പിന്നെ വരുന്ന കാലങ്ങളിൽ they will start accept and they will try to adopt my procedure or my methodology of living in case if they feel I am okay. I should be okay normally. If they also start I am okay, automatically other persons who are seeing us, who are visualizing us, they will also start adopt it. ഇങ്ങനെ ഒരു ഇൻഫെക്ഷ്യസ് രീതിയിൽ ഈ മൈൻഡ്ഫുൾനെസ് എല്ലാവരെയും ചെന്ന് അടയട്ടെ എന്ന് ആണ് ഞങ്ങൾ കുറേ പേർ ഇറങ്ങി തിരിച്ചത്. ബട്ട് ഇതിനകത്ത് ഒരുപാട് നഷ്ടങ്ങൾ, മോണിറ്ററി നഷ്ടം, സമയനഷ്ടമൊക്കെ വരുന്നതുകൊണ്ട് കുറേ പേര് വിഡ്രോ ചെയ്ത് നടക്കുകയാണ്. ഞാൻ ഐ ആം നോട്ട് യെറ്റ് വിഡ്രോൺ റൈറ്റ്ലി because I have
some source of income from somewhere else. Therefore, I am moving on. Let us have mindfulness, a mindful way of living always, by which we all live together very happily, very enjoyably. അതിനെ ഈ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് ഇത്രയും പറഞ്ഞിട്ട് വാട്ട് ഈസ് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഇത്രയും പറഞ്ഞു. അത് ഹൗ ടു അഡോപ്റ്റ് മൈൻഡ്ഫുൾനെസ്. അടുത്ത ചോദ്യം, ഹൗ ടു അഡോപ്റ്റ് മൈൻഡ്ഫുൾനെസ്. ഇറ്റ്സ് അഗൈൻ സിമ്പിൾ. ബി അക്സെപ്റ്റീവ്. Be aware that you are eating, you are walking, you are talking, you are playing, you are doing something else, you are going to toilet and releasing your feces, or you are washing your body, you are soaping your body, you are oiling your body, whatever you call it. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും, or you are driving, you are sleeping. സ്ലീപ്പിങ്ങിന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് കിട്ടത്തില്ല. റെസ്റ്റ് all thing you can be aware. Except when you go to unconscious mode or sleeping mode. റെസ്റ്റ് എല്ലാ മോഡിലും നിങ്ങൾക്ക് യു ക്യാൻ ഗെറ്റ് ബാക്ക്. പക്ഷെ അത് ഒരു പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുന്നത് അത്രയും എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. ബട്ട് യു ഹാവ് ടു അഡോപ്റ്റ് ഇറ്റ് ഓൺ എ റെഗുലർ പ്രാക്ടീസ് ബേസിസ്. അതിലിരുന്നാൽ മാത്രമേ നമുക്ക് ആ പർട്ടിക്കുലർ ലെവലിലെ കിട്ടത്തുള്ളൂ. ഞാൻ റേക്കി ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്തു. റേക്കി ക്ലാസ് അറ്റൻഡ് ചെയ്തതിൽ കുറെ കഴിഞ്ഞപ്പം അവർ എന്നെ ബോഡി ഇങ്ങനെ ഒഴിയുന്ന എന്നെ തൊടത്തൊന്നുമില്ല. ഒരു പ്രോബ്ലി 1 മീറ്ററിന് ഡിസ്റ്റൻസിൽ നിന്നിട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ കാണിച്ച് കുറച്ച് എന്താ വേസ്റ്റുകളൊക്കെ എടുത്ത് താഴെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. ആ ബക്കറ്റിനകത്ത് എടുത്ത് കളയും കുറെ. പിന്നെ ലാസ്റ്റിൽ ഒരു 2 വെള്ളം കുടഞ്ഞിട്ട് കർച്ചീഫ് വെച്ചൊക്കെ തുടച്ച് ഞാൻ എന്താണ് ചെയ്തത്, സാറിൻ്റെ മുകളിലിരുന്ന് എല്ലാ പൊല്യൂഷനും ഞാൻ അവിടെ മാറ്റി, മാലിന്യങ്ങളെല്ലാം ആ ബക്കറ്റിനകത്ത് മാറ്റിയിട്ട് എഴുതുന്നു. അത് എന്താന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്കത് മനസ്സിലാകുന്നില്ലായിരുന്നു. മനസ്സിലായില്ലെന്ന് തന്നെ ഇപ്പോഴും പറയണം. അപ്പം അവര് ഡിസ്റ്റന്റ് പോലും ഹീൽ ചെയ്യുമെന്ന്. ഇറ്റ് ഈസ് ഹാപ്പണിങ്, നോ ഡൗട്ട് അറ്റ് ഓൾ. No doubt at all. They are doing in a fantastic manner. ഇത് എപ്പോഴും പോസിബിൾ എന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാകാതിരിക്കുന്ന when I am very commoner, I felt that this guy is just showing mimicry in front of me. But the persons who are really availed it and who have really gone through that stage, they are happier. ഇത് തന്നെയാണ് മൈൻഡ്ഫുൾനെസ്സിനകത്ത്. മൈൻഡ്ഫുൾനെസ്സിനെ ആദ്യം ദൂരത്തിരുന്ന് കാണുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുന്നു, കുറച്ചിരുന്ന് കഴിഞ്ഞാൽ എല്ലാം നന്നാകുമെന്ന് പറയുന്നു. ഇത് എങ്ങനെയൊക്കെ പോസിബിൾ എന്ന് പറഞ്ഞാൽ, but science has proved that by doing meditation or mindfulness activities, your gray matter thickness on the prefrontal cortex or hippocampus increases and gray matter thickness of amygdala reduces. ഇതാണ് നമ്മുടെ ഫൈനൽ ഒബ്ജക്റ്റീവ് ആയിട്ട് എല്ലാവരും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അമിഗ്ഡലയുടെ കാര്യങ്ങൾ കൂടുതൽ അടുത്ത ക്ലാസ്സിലാണെങ്കിൽ അമിഗ്ഡല എങ്ങനെയാണ് ഡിസ്റ്റർബ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. ഓക്കെ, അപ്പം അമിഗ്ഡലയുടെ ഗ്രേ മാറ്റർ തിക്നെസ് കുറയുമ്പോൾ, അത് കൂടുതൽ പ്രോബ്ലമാറ്റിക് ഇല്ലാതെ പോകുമ്പോൾ വി ബിക്കം കാം. വെൻ വി ബിക്കം കാം, we try to live with happiness, because calm ആയതിനു ശേഷം മാത്രമേ നമുക്ക് ഹാപ്പി ഹോർമോൺസ് വരത്തുള്ളൂ. ഹാപ്പി ഹോർമോൺസ് ടർബുലൻസിലേക്ക് കോർട്ടിസാൾ കൂടിയ സമയത്ത് ഒരിക്കലും ഹാപ്പി ഹോർമോൺസ് നിങ്ങളുടെ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യാറില്ല. അപ്പം ചെയ്യാറില്ലെങ്കിൽ നിങ്ങൾക്ക് കാംനെസ് എത്തിക്കഴിഞ്ഞ് പിന്നെ ഹാപ്പിനെസ്സിലോട്ട് പോകാം. വെൻ യു ബിക്കം ഹാപ്പി സ്റ്റേറ്റ്, യു ട്രൈ ടു ലിവ് ഇൻ എ ഹാപ്പി മൂഡ് ഓർ ഹാപ്പി ലിവിങ്. ഇതാണ് മൈൻഡ്ഫുൾനെസ് ഷോർട്ടറായിട്ട് വെരി ബേസിക്കലി നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ഞാൻ ഇതിന് മാത്രം ഒന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രാക്ടിക്കൽ മെഡിറ്റേറ്റീവ് പ്രാക്ടീസ് കൂടെ ചെയ്യാം, ഒരു 5 to 10 minutes. അതിനു മുമ്പ് ഇതിന് എന്തെങ്കിലും ഒരു സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങളൊന്ന് തീർക്കാം. ആർക്കെങ്കിലും ഞാൻ ഇപ്പോൾ ഇത്രയും പറഞ്ഞതിൽ സംശയങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ സർ ചിന്തിക്കേണ്ടത്? സ്ട്രേറ്റ് അവേ യു ക്യാൻ ആസ്ക് എനി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. നോ ഡൗട്ട്. എൻ്റെ ചോദ്യത്തിന് യു ക്യാൻ മിക്സപ്പ് ഇൻക്ലൂഡിങ് ഇലക്ഷൻ, യു ക്യാൻ മിക്സപ്പ് പൊളിറ്റിക്സ്, യു ക്യാൻ മിക്സപ്പ് എനിത്തിങ് ആൻഡ് ആസ്ക് ദാറ്റ് ഈസ് ദെയർ മൈൻഡ്ഫുൾനെസ് അവൈലബിൾ ഓർ നോട്ട്. എന്ത് വേണമെങ്കിലും ചോദിക്കാം. മൈൻഡ്ഫുൾനെസ്സിനെ ഞാൻ മൈൻഡ്ഫുൾനെസ് കണ്ണടയാണ് ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് കുറച്ച് പൈസ കൂടുതലാകും മൈൻഡ്ഫുൾനെസ് കണ്ണട വാങ്ങിക്കണമെങ്കിൽ. ബാക്കിയുള്ള കണ്ണടയെക്കാട്ടിൽ കുറച്ച് കൂടുതൽ പൈസ ചെലവ് ചെയ്താൽ മൈൻഡ്ഫുൾനെസ് കണ്ണട കിട്ടും. ഇപ്പൊ പറഞ്ഞതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും പുതിയ ഫീച്ചേഴ്സ് മൈൻഡ്ഫുൾനെസ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും പറയും.
അതും പറയാം. അത് നന്നായിട്ട് യെസ്, മൈൻഡ്ഫുൾനെസ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് ആൾവേസ് ബി ഇൻ ദ ബിഗിനേഴ്സ് മൈൻഡ് എന്നാണ് പറഞ്ഞു തരുന്നത്. ബിഗിനേഴ്സ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരാളും, എൻ്റെ ഗുരു പോലും, ഞാൻ ഗുരുവേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങേരെ എന്നെ ചീത്ത വിളിക്കാറുണ്ട്. നെഗറ്റീവ്. ഐ ആം എ സീനിയർ, ഐ ആം ജസ്റ്റ് ലിറ്റിൽ അഹഡ് ഓഫ് യു ഇൻ ലേണിംഗ്. ഐ ആം എ സീനിയർ ലേണർ, യു ആർ അഗൈൻ നെക്സ്റ്റ് ലേണർ എന്ന് പറയും. അതെ, ഇതിനെ കൂടെ ആരെങ്കിലും ഒന്ന് ആഡ് ചെയ്യാൻ ഉദ്ദേശമുണ്ടോ? ആഡ് ചെയ്യാനുണ്ടോ? സാറേ സാറേ നമസ്കാരം. ആഡ് ചെയ്യാനല്ല, ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒരു മിനിറ്റിൽ വന്നതേ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് സാറേ വന്ന ഉടനെ ഞാൻ കേട്ടത്. പിന്നെ നമ്മൾ കൂളായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഹാപ്പിനെസ് വരുള്ളൂ. കാരണം ഞാനിപ്പം കടലിൽ പോയിട്ട് അവിടെ കളിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പൊ മോന്റെ കൂടെ എന്താ പറഞ്ഞാല്, രാവിലെ നമ്മള് കടപ്പുറം പോയിട്ടാകുമ്പോൾ നല്ല വേവ്സ് എല്ലാം കുറഞ്ഞിട്ട് അപ്പൊ നമുക്ക് കുറേ നേരം അവിടെ ഇരിക്കാൻ പറ്റും. അതുപോലെയാണ് സാറിപ്പോ പറഞ്ഞത്. കൂളായിട്ടുണ്ടാകുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് കിട്ടും. നമ്മളെ മനസ്സ് നല്ല എന്താ പറയണ്ടേ, എല്ലാരോടും നല്ല രീതിയിലായിരിക്കും കൂളായിട്ടാകുമ്പോ. പക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ സാറേ, നമ്മുടേതായിട്ടുള്ള കുടുംബ പ്രശ്നം എന്തുകൊണ്ട് നമ്മള് ഫുൾ ഡേ എല്ലാവരോടും ഒരേപോലെ ദേഷ്യത്തിലും അങ്ങനെ എല്ലാം പെരുമാറുന്നവരെ കാണാം. എല്ലാരും അല്ല, ചില ആൾക്കാര്. അപ്പൊ അത് ആ ഒരു വാക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ, താങ്ക് യു. ബാക്കി ക്ലാസ് കേട്ടില്ല, സോറി, ഞാൻ തിരക്കിലായിരുന്നു. കുഴപ്പമില്ല മാം, താങ്ക്സ് ലോട്ട്. നല്ല വാക്കുകളാണ് അത്. പ്രോബബിളി വി ട്രൈ ടു സിങ്ക് അവർ സെൽഫ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ എമോഷൻ. ഒരു ഇത് നഷ്ടപ്പെട്ടു എന്ന് തോന്നുവാണെങ്കിൽ ആ നഷ്ടം എൻ്റെയാണെന്ന് ഞാൻ വെപ്രാളപ്പെടുന്നതോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ, അല്ല ഞാൻ ഇത്രയും അച്ചീവ് ചെയ്യാനുണ്ടായിരുന്നു എന്നെ തരം താഴ്ത്തിയെന്നോ, അല്ലെങ്കിൽ എന്നെ അടിച്ചു എന്നോ, ഞാൻ അവരടിച്ചു എന്നോ, ഞാൻ എക്സ്പെക്റ്റഡ് ലെവലിൽ അവർ ബിഹേവ് ചെയ്തില്ലോ എന്ന് വരുമ്പോഴാണ് ഈ കോൺഫ്ലിക്റ്റ് ഒക്കെ വരുന്നത്. ഈ കോൺഫ്ലിക്റ്റ് വരാതിരിക്കാണ് മൈൻഡ്ഫുൾനെസ് പറഞ്ഞു തരുന്നത്. ഡു നോട്ട് ഹാവ് പ്രീ ജഡ്ജ്മെന്റ്. നീ നിന്റെ മോൻ ഇങ്ങനെ തന്നെ ബിഹേവ് ചെയ്യണമെന്ന് എക്സ്പെക്ട് ചെയ്യരുത്. നിന്റെ ഭർത്താവ് ഇങ്ങനെ തന്നെ ബിഹേവ് ചെയ്യണമെന്ന് എക്സ്പെക്ട് ചെയ്യരുത്. നിന്റെ ഭാര്യ എങ്ങനെ തന്നെ ബിഹേവ് ചെയ്യണമെന്ന് എക്സ്പെക്ട് ചെയ്യരുത്. അവർ ദേ ആർ ഇൻഡിപെൻഡന്റ് ആർ ഇൻഡിപെൻഡന്റ് ആസ് വെൽ as ഇന്റർഡിപെൻഡന്റ്. ഫസ്റ്റ് അവർ ഇൻഡിപെൻഡന്റ് ആണ്. അവർ ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ ദേ ഹാവ് ദെയർ ഓൺ തോട്ട് പ്രോസസ്, ദേ ഹാവ് ദെയർ ഓൺ ആക്ടിവിറ്റീസ്, ദെയർ ഓൺ എമോഷൻസ്. അതിന് അടുത്താണ് നമ്മളുമായിട്ട് സൊസൈറ്റിയിൽ ഇന്റർഡിപെൻഡന്റ് ആയിട്ട് മാറുന്നത്. അപ്പം അത് സെക്കൻഡറി ആണ്. അതിനെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ടാണ് ഈ 2021 എനിക്ക് തോന്നുന്നു 2021 തോന്നുന്നു, 2021 ഈ ഭാര്യ ഒരു ഭർത്താവിന്റെ പ്രോപ്പർട്ടി അല്ല. അതുകൊണ്ട് ഇൻ കേസ് ഈ ഭർത്താവ് ഉണ്ടെങ്കിലും ഭാര്യ വേറൊരാളുടെ കൂടെ പോയാൽ ഭർത്താവിന് കേസ് ഫയൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന് കോടതി നിയമം പുതിയതായിട്ട് കൊണ്ടുവന്നതിൻ്റെ റീസൺ അതാണ്. പണ്ട് ഒരു ഭാര്യയെ കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിന് കേസ് കൊടുക്കാം. അതിനു മുമ്പ് അച്ഛനാണ് പ്രൊട്ടക്റ്റീവ് ആള്. അത് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവാണ് പ്രൊട്ടക്റ്റീവ് പേഴ്സൺ എന്നാണ് പറയുന്നത്. ഭർത്താവിന് പ്രോപ്പർട്ടി ആയിട്ടാണ് വെച്ചിരുന്നത്. പ്രോപ്പർട്ടി ആയിട്ട് വയ്ക്കുമ്പോൾ ഭർത്താവ് എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു അത് മാത്രമേ ഭാര്യ ചെയ്യാവൂ, വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. അവർക്ക് എമോഷനെ അവർ കൺട്രോൾ ചെയ്യണം. വാട്ട് ഇൻ വിച്ച് മാനർ ഹസ്ബൻഡ് വിഷസ് അത് മാത്രമേ ചെയ്യാവുന്നു. അങ്ങനെ അല്ല, ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ഇൻഡിപെൻഡന്റ്. അത് മനസ്സിലാക്കിയപ്പോഴാണ് സുപ്രീം കോർട്ട് ഹാസ് ബ്രോട്ട് റെക്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ ഒരു കറക്റ്റീവ് ആക്ഷൻ സ്റ്റേറ്റിംഗ് ദാറ്റ് ഭർത്താവ് കല്യാണം കഴിച്ചു കഴിഞ്ഞാലും ഭാര്യയെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഭർത്താവ് കനോട്ട് ഫയൽ എ കേസ്. പക്ഷെ ആ സെയിം ഭാര്യയ്ക്ക് വേണമെങ്കിൽ കേസ് ഫയൽ ചെയ്യാം. സാബു സാർ ഓർമ്മ ഉണ്ടോ ആ കേസ്? അതെ. അപ്പൊ ഇതെല്ലാം വന്നത് എന്താന്ന് പറഞ്ഞാൽ ദേ ആൾ ആർ ഹാവിങ് ഈക്വൽ ലിബർട്ടി. അത് മൈൻഡ്ഫുൾനെസ് പഠിപ്പിച്ചു തരുന്നത് ഇതാണ് റീസൺ. മൈൻഡ്ഫുൾനെസ് പഠിപ്പിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ യു ബി കാം, ഡോണ്ട് എക്സ്പെക്ട് എനിബഡി that they have to behave the manner you want it. അത് ഒരിക്കലും ചെയ്യരുത് എന്ന് പറഞ്ഞു തരാൻ ശ്രമിച്ചതാണ് മൈൻഡ്ഫുൾനെസ്. ഈ മൈൻഡ്ഫുൾനെസ്സിന്റെ എക്സ്ട്രാ ബെനിഫിറ്റിന്റെ അതാ പറഞ്ഞത്, ഞാൻ എവിടെ വേണമെങ്കിലും ആൻസർ ചെയ്യാന്ന്. ഇപ്പോൾ ഞാനൊരു കോടതി കേസിന് വരെ ഞാൻ ലിങ്ക് ചെയ്ത് മൈൻഡ്ഫുൾനെസ് ആയിട്ട് കാണിച്ചു തന്നു. നമ്മൾ മൈൻഡ്ഫുൾനെസ് ഉണ്ടോ എന്ന് മൈൻഡ്ഫുൾനെസ് കണ്ണട ഇട്ട് നോക്കുവാണെങ്കിൽ
എല്ലാ കാര്യങ്ങളും മൈൻഡ്ഫുൾനെസ്സിനായിട്ട് പോകുന്നതെല്ലാം സപ്പോർട്ടീവായിട്ട് പോകുന്നു. ഈവൻ ഇഫ് യു സീ ദാറ്റ് ഹോമോസെക്ഷൽസ് ആർ ലെസ്ബിയൻസ്, ഇവരെല്ലാം എങ്ങനെയാണ് സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുന്നത്? അക്സെപ്റ്റ് ചെയ്യുന്ന റീസൺ ഇതാണ്. ദേ ആർ people, they have their own liberty. He has his own thought process. How can I disturb him? How can I suppress him? How can I redirect him somewhere else എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് അതിൻ്റെയൊക്കെ ആൻസേഴ്സ് വരുന്നത്. മൈൻഡ്ഫുൾനെസ് ടെൽസ് ആസ് സിമ്പിൾ തിങ്, be aware. There are people who are not like you. There are people who are thinking about different things. There are people who wants to live in a different manner. There are people who don't want to even marry, but they want to live together. Yes, accept it. Be aware and attend to that. But without prejudgment. അതൊരു വലിയ വാക്കാണ്, വിത്തൗട്ട് prejudgment. പിന്നെ അങ്ങനെ ഒരാളെ ഒരു പാർട്ടിയെ കാണുവാണെങ്കിൽ ഇൻ ദാറ്റ് മൊമെന്റ് ജസ്റ്റ് എക്സ്പീരിയൻസ് ദാറ്റ് മൊമെന്റ്, കഴിഞ്ഞു. അടുത്ത മൊമെന്റ് അങ്ങനെ രണ്ടാമത്തെ ഒരാളെ കാണുമ്പോൾ അവർ ലിവിങ് ടുഗദർ ആയിരിക്കണമെന്നല്ല, അവർ മാരേജ് ചെയ്തായിരിക്കണമെന്നല്ല. മാരേജ് ചെയ്തിരിക്കാം, ചെയ്യാതിരിക്കാം, ലിവിങ് ടുഗദർ ആയിരിക്കാം, അല്ല വെറുതെ കറങ്ങാൻ വന്നതായിരിക്കാം, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. നമ്മൾ പോയിട്ടുള്ള ഐ ഷുഡ് ബി ബാദർ എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ട് പോവാം. ലിവ് സിംപ്ലി ഇൻ ദാറ്റ് മൊമെന്റ്. ബട്ട് പിന്നെ എന്തെങ്കിലും ഞാൻ ഉദ്ദേശിക്കാത്ത രീതിയിൽ സൊസൈറ്റി സംഭവിക്കുന്നു, ഓക്കെ, ഗോ ടു ബിഗിനേഴ്സ് മൈൻഡ്. ബിഗിനേഴ്സ് മൈൻഡ് എന്താണ് പറയുന്നത്? എനിക്ക് ആഫ്രിക്കയെ കുറിച്ച് അറിഞ്ഞൂടാ, ഞാൻ ആഫ്രിക്കയിലെ പുതിയതായിട്ട് ചെല്ലുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു അതെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ഞാൻ ഇവിടെ മാത്രം ഇന്ത്യയിൽ, അതും കേരളത്തിൽ നിൽക്കുമ്പോൾ ഈ ഫംഗ്ഷൻ ഡേയിൽ മുണ്ട് കൊടുക്കണം, മുണ്ട് കൊടുത്തില്ലെങ്കിൽ പാൻസ് ഇട്ടിട്ട് പോയാൽ, എടാ ഇന്ന് ഓണമല്ലേ, ഓണമായിട്ട് നീ എങ്ങനെ പാൻസ് ഇട്ടെടുത്തണം പലരും ചോദിക്കും. ബിക്കോസ് ഇവിടെ അങ്ങനെ നമ്മുടെ മൈൻഡിനെ നമ്മൾ കണ്ടീഷൻ ചെയ്തു. പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു കണ്ടീഷനും ഇല്ല. അവിടെ ആഫ്രിക്കയിൽ ഞാൻ ചെന്ന് ഇറങ്ങുമ്പോൾ അവിടെ എന്ത് ഫംഗ്ഷന് എങ്ങനെ ഡ്രസ്സ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഐ വിൽ വിയർ മൈ ഓൺ ഡ്രസ് ആൻഡ് ട്രൈ ടു ജോയിൻ ആർ സ്റ്റാൻഡ് അറ്റ് ദ സൈഡ് ആൻഡ് ലുക്ക് അറ്റ് ദം. ഇത്രയേ ഉള്ളൂ. ഇത് തന്നെയാണ് പഠിപ്പിച്ചു തരുന്നത് മൈൻഡ്ഫുൾനെസ്സിന്റെ ബിഗിനേഴ്സ് മൈൻഡ് പഠിപ്പിച്ചു തരുന്ന ഒറ്റ കാര്യം ഇതാണ്. വെൻ യു ഗോ ആൻഡ് സീ എ ന്യൂ തിങ് വെരി ഫ്രഷ്, you will watch with curiosity, but you will not question anything. You will try to accept it. ഇതാണ് ബിഗിനേഴ്സ് മൈൻഡ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ബിഗിനേഴ്സ് മൈൻഡ് ഇതിനകത്ത് 7 വാക്കിനും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓരോരോ വാക്കിനും നമുക്ക് ഒരു ദിവസം ഫുള്ള് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ബട്ട് അതൊക്കെ നമ്മൾ ഈ ടോപ്പ് ലെവലിൽ മാത്രം കേൾക്കുമ്പോൾ ബിഗിനേഴ്സ് മൈൻഡ്, ലെറ്റ് ഗോ, അല്ലെങ്കിൽ അവെയർ, അറ്റൻഡ് എന്ന് പറയുന്നത് നല്ല നല്ല വാക്കുകളാണ്. ഗുഡ് തിങ്. വേറെ ഡൗട്ടുകളോ അല്ലെങ്കിൽ ഇനി അഡിഷൻ ഇനി ഡെലീഷൻ, ഞാൻ പറഞ്ഞ വാക്കുകളിൽ ചെറിയത് ഡെലീറ്റ് ചെയ്യാൻ ഇതാലേ ശരിയാകത്തുള്ളൂ എന്ന് ആർക്കെങ്കിലും പറയുകയാണെങ്കിൽ ധൈര്യമായിട്ട് പറയാം. ഐ എം റെഡി ടു ഡെലീറ്റ് ഇറ്റ് ഇൻ കേസ് ഇഫ് ഐ എം കൺവിൻസ്ഡ്. അതെ, സ്റ്റേറ്റ് മെഡിറ്റേഷൻ ആണോ സർ? അത് ഇനി should we give 1 or 2 minutes for them? ഒന്നും പറയുന്നില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, പറയാനുണ്ടോ? അല്ല ഞാൻ പറഞ്ഞു തന്നതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ തോന്നിയോ, ഫുള്ളി അക്സെപ്റ്റബിൾ അല്ലാതിരുന്നോ, അല്ലെങ്കിൽ ഫുള്ളി അക്സെപ്റ്റഡ് ആണ് സാർ, ഇവിടെ മാത്രം ഒരു കോമാടെ വ്യത്യാസം തോന്നി എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെ വേണമെങ്കിലും സാർ ഞാനൊരു ചോദ്യം ചോദിച്ചോളട്ടെ? യെസ് സാർ, ഷുവർ. ഓക്കെ, ഇപ്പോ ഈ നമ്മുടെ മൈൻഡ്ഫുൾ ലിവിങ്ങില് നമ്മുടെ മാത്രം ശരികൾ, നമ്മളെ മാത്രം ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ അങ്ങനെയൊക്കെ, ഇപ്പോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആയുർവേദ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ഭാര്യ ഭർത്താവ്, അവരുടെ ഒരു ഫ്രണ്ട്, ഷീസ് എ ടീച്ചർ, അവര് ഒരു പ്രത്യേകമായ ഒരു ലോകം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അവര് അരുണാചൽ പ്രദേശിൽ പോയി സൂയിസൈഡ് ചെയ്തു. അപ്പൊ അവരുടേതായ ശരികളാണ് എല്ലാം. പക്ഷെ സൊസൈറ്റി മുഴുവൻ അത് അക്സെപ്റ്റ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ അതൊക്കെ കണ്ടിട്ട് മൂക്കത്ത് വിരൽ വെക്കുക എന്ന് പറയും. ഇവരെന്താണ് ഇങ്ങനെ കാണിച്ചതെന്നുള്ള അവരുടെ ശരിയാണത്, അവര് ഫുള്ളി ശരിയാണ്. പക്ഷെ സൊസൈറ്റിയെ ബാധിക്കുന്ന രീതിയിൽ നമ്മുടെ ശരികളെ മാത്രം ഫോളോ ചെയ്യാൻ പറ്റുമോ നമുക്ക്? സാറ് ഇതിനകത്ത് 2 ഭാഗമായിട്ട് സാർ എടുത്തോളുക. സാറ് പറഞ്ഞ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിനെ ഐ 100% എൻഡോസ്. അവരുടെ ശരികളിലാണ് അവർ ജീവിച്ചിരുന്നത്, അതിനകത്ത് സംശയമേ ഇല്ല. ദേ ആർ 100% റൈറ്റ്.
പക്ഷെ സെക്കൻഡ് പാർട്ട് വൈ സൊസൈറ്റി ഹാസ് നോട്ട് അക്സെപ്റ്റഡ് എന്ന് ചോദിച്ചപ്പോഴാണ് സൊസൈറ്റി ഇപ്പോഴും ഫുള്ളി പ്രൂൺഡ് അല്ല. PRUNED എന്നാണ് ഞാൻ പറഞ്ഞത്. പ്രൂൺഡ് അല്ല, അല്ലെങ്കിൽ സൊസൈറ്റി ശരിക്കും ഡെവലപ്പ് അല്ലെങ്കിൽ മോൾഡ് ആയിട്ടില്ല. സൊസൈറ്റി എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ സാറ് പറഞ്ഞതുപോലെ ഓരോരുത്തരും നമ്മൾ ഇങ്ങനെയേ ജീവിക്കാവൂ. ഒരുത്തൻ ജനിച്ചു കഴിഞ്ഞാൽ അവൻ 65 വയസ്സ് വരെ അല്ലെങ്കിൽ 75 വയസ്സ് വരെ അവൻ ഒരു ഏജ് ഓൾഡ് ഇൽനെസ് വരണം. അവനെ കൊണ്ട് പ്രായമായിട്ട് നടക്കാൻ പറ്റില്ല എന്ന് പറയണം, അല്ലെങ്കിൽ പ്രായമായി എന്ന് പറയുന്ന ഒരു കാലത്തിൽ അവൻ ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റണം, അവൻ അങ്ങനെ മരണപ്പെടണം. ഇങ്ങനെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ കൺവെൻഷണൽ തിയറിയിലോ അല്ലെങ്കിൽ ഒരു നമ്മളെ പഠിപ്പിച്ചു തന്ന ഒരു സിസ്റ്റത്തിൽ കൂടെ മാത്രം നമ്മൾ പോകുമ്പോഴാണ് നമ്മൾ അത് ഒന്നുമേ വി ആർ മോസ്റ്റ്ലി ഓൺ പ്രീ ജഡ്ജ്മെന്റ്. അവരിങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഞാനിങ്ങനെ ജീവിക്കുമ്പോൾ അവരിങ്ങനെയാണ് ജീവിക്കേണ്ടത്, അത്രയേ ഉള്ളൂ. അതിനാണ് നമ്മൾ ഒരു കാര്യം കൂടെ സാറിന് വേണമെങ്കിൽ പറഞ്ഞു തരാം. ഒരുത്തൻ നോർമലായിട്ട് ഇപ്പം ഞാൻ അവിടെ ഇവിടെയും കീറി ഒരു ടീഷർട്ടോ ഒരു ഷർട്ടോ ഇട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ സാർ എന്ത് പറയും? ഇവൻ ഇത്ര വൃത്തികെട്ടവനാണ്, ഇവൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഈ ബനിയന് അല്ലെങ്കിൽ ഈ ഷർട്ടോ കീറിയത് ഇട്ടുകൊണ്ട് വരുന്നു. പക്ഷെ ഒരു വെൽ റെപ്യൂട്ടഡ് ഗൈ, അതായത് അവൻ്റെ മാസം 10 ലക്ഷം രൂപയോ എത്രയോ പൈസ റോൾ ആകുന്നുണ്ടെന്ന് ഓർത്തൻ സിമ്പിളായിട്ട് 2 സ്ഥലത്ത് കീറിയ ഒരു ടീഷർട്ടോ അല്ലെങ്കിൽ ഒരു ഷർട്ടോ ഇട്ടുകൊണ്ട് പോയാൽ ഓ ഹൗ സിമ്പിൾ ഹീസ് നമ്മൾ പറയുന്നു. കണ്ടോ, ഇത്രയും പൈസ ഇരുന്നിട്ട് അവൻ വളരെ സിംപ്ലിസിറ്റിയാണ്, അവൻ കീറിയ ഷർട്ട് പോലും റോട്ടിലിട്ടിട്ട് നടക്കാൻ റെഡിയാണ്. ഇതെല്ലാം ആരാണ് ചിന്തിക്കുന്നത്? അങ്ങേരാണോ പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ പാവമാണോ പറഞ്ഞത്? നമ്മൾ സ്വയം തീരുമാനിക്കുകയാണ് സർ. സ്വയം നമ്മൾ കുറെ ഡിഫൈൻ ചെയ്യുകയാണ്. ആ ഡെഫിനിഷനാണ് നമ്മൾ കൂടുതലും പ്രശ്നക്കാരായിട്ട് മാറ്റുന്നത്. ഈ സുധാകരൻ സാർ പറഞ്ഞ 100% സെന്റൻസിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അവരുടെ ശരികളിൽ അവർ തപ്പിപ്പോയി. അവർ തപ്പിപ്പോയപ്പോൾ ചിലപ്പോൾ അവർ സക്സീഡ് ആയി കാണും, ചിലപ്പോൾ സക്സീഡ് ആയി കാണത്തില്ല. ഈ അഡ്വഞ്ചറസ് ഗെയിംസിലേക്ക് പലരും കുതിച്ചും ചാടുന്നത് ആൾക്കാരെല്ലാം അങ്ങനെയാണ്. ദേ ഗെറ്റ് ഫെയിം വെൻ ദേ ഡു ഇറ്റ് ഇൻ എ റൈറ്റ് മാനർ ഓർ ദ മാനർ വാട്ട് അതേഴ്സ് കനോട്ട് ഡു ഇറ്റ്, ഓർ ഇഫ് ദേ ഫെയിൽ ഇറ്റ്. അത് ആ സ്റ്റീവ് ജോബ്സ് എന്ന് ഓർത്തനുള്ള, സ്റ്റീവ് ജോബ്സ് അല്ല, സ്റ്റീവ് പുള്ളി മുതലകളുടെ കൂടെ കളിച്ചോണ്ടിരുന്ന ഒരുത്തനാണ്. ഹി വാസ് എ ക്രോക്കഡൈൽ മാൻ. ക്രോക്കഡൈലിന് വായനകത്ത് വരെ തലകൾ കളിക്കുന്ന ഒരുത്തനാണ്. ഓസ്ട്രേലിയയിൽ നിന്ന്. അത് പണ്ടത്തെ അനിമൽ പ്ലാനറ്റിലൊക്കെ എന്നും കാണിച്ചുകൊണ്ടിരുന്ന ഒരു ഇതാണ്. പക്ഷെ ആ സ്റ്റീവ് ഗോട്ട് കിൽഡ് ബൈ സ്റ്റിംഗറേ. സ്റ്റിംഗറേ എന്ന് പറയുന്നത് നോർമലി കുത്താറില്ല എന്നാണ് പറയുന്നത്. വെരി സിമ്പിൾ, സാധുവായ ഒരു വാട്ടർ ബോൺ അനിമലാണ്. അതുകൊണ്ട് കുത്തുകൊണ്ടാണ് ഫൈനലി ദാറ്റ് സ്റ്റീവ് എക്സ്പയർഡ്. സാറിന് അത് ഓർമ്മ കിട്ടുന്നുണ്ടോ? ഉണ്ട്. ഒരുപാട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരുന്ന ആളായിരുന്നു. അതെ. അപ്പോൾ ഈ അഡ്വഞ്ചറസ് നമ്മൾ അവിടെ ഡിക്ലെയർ ചെയ്ത് വിട്ടത് കൊണ്ട് വി ആർ ലൈക്കിങ്. പക്ഷേ സാറ് പറഞ്ഞ നല്ല 3 പേര് അരുണാചൽ പ്രദേശ് പോയപ്പോൾ അവർ ദേവർ ആൾസോ ട്രെയിൻ ഫോർ എൻ അഡ്വഞ്ചറസ് ഗെയിം. അഡ്വഞ്ചറസ് ഗെയിമിൽ അവർ സക്സീഡ് ആയോ ഇല്ലയോ എന്ന് നമുക്കിപ്പോൾ അറിഞ്ഞൂടാ. നമ്മളെ സ്കെയിൽ വെച്ചാണ് നമ്മൾ മെഷർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇൻ ദ സ്കെയിൽ വാട്ട് ഐ ഹാവ്, ഐ ട്രൈ ടു മെഷർ ദം ആൻഡ് ഡിക്ലെയർ ദം ദാറ്റ് ദേ ഹവ് നോട്ട് സക്സീഡഡ്. സാറ് പറഞ്ഞതാണ് കറക്റ്റ്. വെദർ ദേ വുഡ് ഹാവ് സക്സീഡഡ് ഓൺ ദെയർ ഓൺ മിഷൻ എനിക്ക് അറിഞ്ഞൂടാ. I have not analyzed, I have not evaluated, therefore I am not commenting rightly on that. But സാറ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ ഐ എൻഡോസ് ഇറ്റ്. റീസൺ ഈസ് അവർ ഒരു ദൗത്യത്തിൽ പോയി എന്തോ ഒന്ന് പുതിയതായിട്ട് കണ്ടെത്താൻ വേണ്ടി ഇവിടെ നിന്ന് സ്ഥലം വിട്ട് വേറെ എവിടെയോ പോകണമെന്ന് അവർ പോയി. ഇത്രയേ ഉള്ളൂ. വി ഹാവ് സീൻ മോർട്ടൽ ബോഡീസ്, we have not seen their souls and asked them whether they have really reached the right spot or not. അല്ല പകുതിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണോ, തിരിച്ചു വരുന്നതിന് മുമ്പ് പണ്ടത്തെ കഥകൾ സാർ കേട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. 70-കളിൽ 60-കളിലൊക്കെ കഥകളുള്ളത് മനുഷ്യനെല്ലാം കൂട് വിട്ട് കൂട് പായുമെന്ന് പറയും. ഒരു സ്ഥലത്തിരുന്ന് വേറൊരു സ്ഥലത്ത് പോകും, വേറൊരു സ്ഥലത്തിരുന്ന് വേറൊരു സ്ഥലത്ത് പോകും, അവിടെ നിന്ന് തിരിച്ചു വരും. പിന്നെ ഈ ബോഡിയുടെ സ്ഥലത്തല്ല സോൾ ഉള്ളത്, സോൾ വേറെ എവിടെയോ ഇരുന്ന് പ്രൊട്ടക്ട് ചെയ്യുമെന്നൊക്കെ. അതേപോലെ എന്തെങ്കിലും ആയിക്കോട്ടെ സർ, ലെറ്റ് us live happily. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ
നോട്ട് ടു തിങ്ക്, നമ്മുടെ മൈൻഡിന് ബിയോണ്ട് ഉള്ളത് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ അനലൈസ് ചെയ്യാൻ പറ്റില്ലാത്തതൊക്കെ വിട്ടേക്കുക. അനലൈസ് ചെയ്ത് ശ്രമിക്കുക. ഇസ് ഇറ്റ് റൈറ്റ്? ഐ ഡോണ്ട് നോ. ഇസ് ഇറ്റ് റൈറ്റ് ഫോർ ഹിം? ഹി ഈസ് റൈറ്റ് ദാറ്റ് ഹി ഹാസ് ഡൺ ഇറ്റ്. നമ്മളെന്തിനാ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത്? അങ്ങനെ പോവുകയാണെങ്കിൽ വി വിൽ ലീവ് ഹാപ്പിലി സർ. അതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഓർത്തൻ എൻ്റെയും എൻ്റെ അമ്മേനെയും ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പിച്ചാത്തി എടുത്തുണ്ട്, വെട്ടുകത്തി എടുത്തുണ്ട്, എന്തിനാ ഓടുന്നത്? അവനൊരു ഭ്രാന്തൻ എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവനെ നോക്കി ഒരു ചിരി ചിരിച്ചാൽ മതി. പിന്നെ അവൻ വിളിച്ച വാക്കിൽ എൻ്റെ അമ്മ പെട്ടെന്ന് സ്ഥലം മാറി വേറെ എന്തൊക്കെയോ, അവൻ ചിലപ്പോൾ എൻ്റെ അമ്മ 3 പേരെ വിളിച്ചോണ്ട് പോയി, രാവിലെ പോയി എന്നാണ് അവൻ പറഞ്ഞതായിരിക്കും. അവൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ വീട്ടിനകത്ത് ഇരിക്കുന്ന അമ്മ എവിടെയെങ്കിലും പോയിട്ട് പോകും. ഇതൊക്കെയാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. നമ്മുടെ ആക്ച്വലി ക്രിട്ടിക്കൽ മൈൻഡ് റൈറ്റ്ലി എവാലുവേറ്റ് ചെയ്താൽ മനുഷ്യന്മാർ ആരെയും നമ്മൾ ഒന്നും ഡിസ്റ്റർബ് ചെയ്യത്തില്ല. വി വിൽ ലിവ് ഹാപ്പിലി. എൻ്റെ എക്സ്പ്ലനേഷൻ ഒരുപാട് കൂടിപ്പോയ സർ. Not at all. Not at all. You are evaluating. താങ്ക് യു സർ. വേറെ ആർക്കും വലിയ ഇതുകളില്ലെങ്കിൽ നമുക്ക് ഒരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് വേണമെങ്കിൽ ഒന്ന് ചെയ്യാം. ചെയ്തിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിലും ഓക്കെ. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ഒന്ന് ചെയ്യുമ്പോൾ ഒരു മെഡിറ്റേഷൻ മീൻസ് മൈൻഡ്ഫുൾനെസ് എങ്ങനെയാണ് നമ്മുടെ ഗ്രേ മാറ്റർ തിക്നെസ് കൂട്ടുന്നതെന്ന് പറഞ്ഞാൽ ഹൗ ടു ബി അവെയർ ആൻഡ് അറ്റൻഡ് ദാറ്റ്. ഈ 2 ലൈനിലാണ് നമ്മൾ ഈ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നത്. ബി അവെയർ ദാറ്റ് യു ആർ ഡൂയിങ് മെഡിറ്റേഷൻ. എങ്ങനെ മെഡിറ്റേഷൻ? അതിനാണ് ബാക്കിയുള്ളവർ പറഞ്ഞു തരാത്ത ഒറ്റ ലൈൻ എക്സ്ട്രാ പറയുന്നത്. നിങ്ങൾ ഒരു പോസ്ചറിൽ ഇരുന്നതിന് ശേഷം ഐ യൂസ് ടു ടെൽ that kindly take permission from your brain and mind that you are going to do meditation. Just to seek the support and help of your brain and mind. ഇത് പറയുമ്പോൾ you try to be aware that you are doing that. Your mind is aware that you are going to do something and mind will support you will do it. ഇതാണ് ഒരു എക്സ്ട്രാ തിങ്. When you move out of your meditation also you seek permission and try to open your eyes. എക്സ്ട്രാ ഞാൻ പറയുന്ന ലൈനിന്റെ അർത്ഥം അല്ലെ ഇമ്പോർട്ടൻസ് ഇതാണ്. സോ ലെറ്റ് us do it. നമുക്കൊരു സിമ്പിൾ ഡീപ്പ് ബ്രീത്ത് എക്സസൈസ് മാത്രമാണെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ബോഡി സ്കാൻ മെഡിറ്റേഷൻ ചെയ്യാം. അത് കുറച്ചുകൂടെ കൂടുതൽ സമയമെടുക്കും, ഒരു 15-20 മിനിറ്റ്സ് എടുക്കും. ഇതാണെങ്കിൽ നമ്മളൊരു 5 to 7 മിനിറ്റ്സ് കൊണ്ട് ചെയ്ത് തീർക്കാം. ഓക്കെ. ഞാൻ എന്നും പറയുന്നത് സെയിം സെന്റൻസസ് ഐ ഷാൽ റിപ്പീറ്റ് ഇറ്റ്. ലെറ്റ് us do happily our mindfulness deep breath exercise. For that, sit erect, keep your legs firmly on the ground. നിങ്ങളുടെ കാൽപാദങ്ങൾ ഫുള്ളും ഗ്രൗണ്ടിൽ ഫുള്ളായിട്ട് ഫേം ആയിട്ട് പതിഞ്ഞിരിക്കുന്ന രീതിയിൽ 2 കാലും പതിച്ചു വയ്ക്കുക. പിന്നെ ചാടി നിൽക്കുന്നത് പോലെ പ്രോബ്ലി ഒരു എൽ ഷേപ്പിൽ കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ എൽ ഷേപ്പിൽ ഇരിക്കുന്ന പോലെ കസേരയുടെ ഹൈറ്റ് കുറയ്ക്കണമെങ്കിൽ കുറച്ചുകൊള്ളുക, കൂട്ടണമെങ്കിൽ കൂട്ടിക്കൊള്ളുക. നന്നായിട്ട് മീൻസ് ഒരു പോസ്ചറിൽ ഇരിക്കാനാണ്. പിന്നെ നട്ടെല്ല് നിവർത്തിയിരിക്കുക. നട്ടെല്ല് നിവർത്തിയിരിക്കുന്നതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ നട്ടെല്ല് നമ്മുടെ സ്പൈനൽ കോർഡ് ഈസ് മെന്റ് ടു ബി ഓൾവേസ് സ്ട്രൈറ്റ് ലൈക്ക് ദിസ്. അതല്ല ചരിഞ്ഞിരുന്നാൽ ഒരു സ്ഥലത്ത് വെയിറ്റ് കൂടും. വെയിറ്റ് അല്ലെങ്കിൽ പ്രഷർ കൂടുമ്പോൾ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടുമ്പോൾ ആ പർട്ടിക്കുലർ ഏരിയയിൽ പ്രഷർ കൂടുമ്പോൾ ശരിക്കും കൺട്രോൾ ചെയ്യാൻ നമ്മൾ പിന്നെ സ്ട്രെസ്ഡ് ആയിട്ട് മാറും. അതില്ലാതെ സ്ട്രൈറ്റ് ആയിരിക്കുക. ഹ്യൂമൻ ഈസ് മെന്റ് ടു ബി ഓൾവേസ് സ്ട്രൈറ്റ്. അതൊന്ന്. ദെൻ കഴുത്ത് അതിൻ്റെ ഓൺ ഹൈറ്റിൽ ഓൺ ലെവലിൽ നിവർത്തിയിരിക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കോമൺ പോസ്ചറാണ് ഇത്. നമ്മൾ പല സമയങ്ങളിൽ നമ്മുടെ പോസ്ചർ മാറ്റി മാറ്റി നമ്മൾ പോയത് കൊണ്ടാണ് വി ആർ ആസ്ക്ഡ് ടു ആർ വി ആർ റിക്വസ്റ്റഡ് ടു ഡു ഇൻ ദിസ് ഫാഷൻ. അപ്പോൾ നട്ടിൽ നിവർത്തിയിരിക്കുക, കഴുത്ത് ഓൺ ഹൈറ്റിലിരിക്കുക, കൈ 2ഉം തുറന്ന രീതിയിൽ മുകളിലോട്ട് കണ്ട് പാദങ്ങൾ 2ഉം മുകളിലോട്ട് കാണുന്ന രീതിയിൽ വെച്ച് എയ്തർ ഓൺ യുവർ ലാപ്പ് ഓർ ഓൺ യുവർ ആം റെസ്റ്റ്. കസേരയിലാണെങ്കിൽ ആം റെസ്റ്റ് ഉണ്ടെങ്കിൽ കസേരയിൽ ഇരുന്നിട്ട് പോലും തുടയിന് മുകളിൽ വെക്കണമെങ്കിൽ കുറച്ചുകൂടെ ഉചിതമാണ്. വെച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് തിങ്ക് ദാറ്റ് യു ആർ ഗോയിങ് ടു മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. അപ്പോൾ ask your brain and mind that you are going to do mindfulness meditation or mindfulness breathing exercise. My dear brain and mind, can you kindly support or take permission
It will give permission within 1 minute, half a minute, or 15 seconds, or 10 seconds, or even 1.5 minute. എപ്പോ ആ സമയത്ത് കണ്ണടയ്ക്കുക. കണ്ണടച്ചിട്ട് തോട്ടുകൾ ഇഷ്ടം പോലെ വരും. നെവർ ഗോ or run behind of the thoughts which are trying to disturb you. Thought, let the thoughts come, let the thought go. അല്ലെങ്കിൽ let the thought get somewhere else. Let it get rested. അതിന് ഒന്നും ചിന്തിക്കില്ല. തോട്ട് വരുന്ന തോട്ട് നിങ്ങൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യാറുന്ന തോട്ട് ഓട്ടോമാറ്റിക്കലി വന്നതുപോലെ പോയിക്കൊള്ളും. ഈ തോട്ട് വന്നതുപോലെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ എമോഷനെ ഡിസ്റ്റർബ് ചെയ്യത്തില്ല. അപ്പൊ തോട്ട് ആൻഡ് എമോഷൻസ് ആണ് കൂടുതലും എക്സ്ട്രാordinary മനുഷ്യനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്, ഒരു പ്രോബ്ലമാറ്റിക് ആകുന്നത്. ഈവൻ എന്ത് രീതിയിലും വെട്ടാനും കുത്താനും ബോംബ് കൊണ്ട് എരിയാനൊക്കെ പോകുന്നത് അവന്റെ എമോഷണൽ സ്റ്റേറ്റിന്റെ ഡിസ്റ്റർബൻസ് കൊണ്ടാണ്. സോ നെവർ തിങ്ക് ആർ നെവർ ഗെറ്റ് ഹാമ്പേർഡ് ബൈ യുവർ തോട്ട് ആർ എമോഷൻസ്. സോ അതിന് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിന് ഓൾവേസ് when it does a single job, it doesn't bother about the second job. അപ്പോൾ അതിന് ഒരു പണി കൊടുക്കുന്നതാണ്. We give a job that try to absorb your inhaling and exhaling. ഇൻഹേൽ ചെയ്യുമ്പോൾ ചെസ്റ്റ് എങ്ങനെ വിരിയുന്നു, താഴെ അബ്ഡോമൻ എങ്ങനെ വിരിയുന്നു, അല്ലെങ്കിൽ ട്രക്കിയയിൽ എങ്ങനെയാണ് ഇവിടൊക്കെ താങ്കൾക്ക് കഴുത്തിന് അടുത്തുകൂടെ ട്യൂബിന് കൂടെ കാറ്റ് ഇറങ്ങുന്നു, ഇത് ഒബ്സർവ് ചെയ്യുക. But when a brain is doing some job, it will not get disturbed by other even thought process. അതുകൊണ്ടാണ്. So sit erect, have your neck on your own height, look at your own angle of vision, keep your both the hands open on your lap or armrest. Just take permission from your mind and brain for doing this. When it says yes, gently close the eyes. If everybody has closed eyes, start deep breathe in the pattern of 1, 2, 3 is inhaling, 1, 2, 3, 4, 5, 6 are exhaling. Means double the amount of inhaling time. Okay, inhale, exhale, inhale, exhale. When you do inhaling and exhaling, start monitor or observe, start attend on your breath alone. Inhale, exhale, inhale, exhale. Now shift your attention to your inhaling and exhaling of a normal breath. Inhale, exhale, inhale, exhale, inhale, exhale. Continue the process. Just observe your inhaling and exhaling, how your chest is enhancing, how your abdomen is inflating. And when the air goes out, how your abdomen is deflating, how your chest is deflating, how your throat area is moving, how your nostril area is behaving. And when you again do inhale and exhale, see that how a fresh air is entering through a nostril and another nasal area, how the warm air is coming out from your chest. Continue, attend to that.
Now shift your attention to your deep breath. Inhale, exhale. Inhale, exhale. Inhale, exhale. Inhale, exhale. Inhale, exhale. Inhale, exhale. Now, before opening your eyes, just gently ask permission from your mind and brain that you are trying to open the eyes. In case if it says yes, before opening the eyes, take out both the hands and rub together, by which you get warmness. Kanninte mold on the eye lobe, ear lobes, and the neck. Repeat twice or thrice. And when you really feel good, try to open your eyes very gently, slowly, slowly, again very slowly and gently. Just to open your eyes. Hope everybody would have enjoyed. ഇത് വളരെ സിമ്പിളായിട്ട് വെറും ഇങ്ങനെ ശ്വാസം മാത്രം ശ്വസിക്കുന്നതിന് നോക്കുന്നതാണ് വലിയ കാര്യമെന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. അത് ഒരു പർട്ടിക്കുലർ വർക്കിന് try to make you to be aware and attend and to live in that particular moment. ഓരോരോ മൊമെന്റിലും നമ്മൾ ശ്വസിക്കുമ്പോൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് മാത്രം ഇരിക്കാനാണ്. നോട്ട് ടു ഹാവ് എനി തോട്ട് ഓർ എനി അൺവാണ്ടഡ് തിങ്കിങ് ഓർ ഡെവലപ്പിംഗ് എ സ്റ്റോറി. പണ്ട് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്, മൈൻഡ് ഈസ് സ്റ്റോറി ടെല്ലർ, മൈൻഡ് ഈസ് നെഗറ്റീവ് തോട്ട് ജനറേറ്റർ എന്നൊക്കെ. അപ്പം അതെല്ലാം നിങ്ങൾ ചേർത്ത് നോക്കുവാണെങ്കിൽ മനസ്സിലാവും. അപ്പം ഇതിനകത്ത് ഒന്നുമില്ല, അത് സിമ്പിളായിട്ട് ആസ് ഇറ്റ് ഈസ് വൈറിസ്, ഞാൻ എങ്ങനെയോ അതേപോലെ ഇരിക്കുന്നതിന് ഒന്ന് ഞാൻ ശ്വസിക്കും എന്നാണെങ്കിൽ ചെയ്ത് 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 വരുമ്പോൾ, when you don't have your thought disturbance, when your emotional disturbance, when you are able to attend to a particular process. ഇതിന്റെ സെക്കൻഡ് പ്രോസസ് ആയിട്ടാണ് പറഞ്ഞത് ബോഡി സ്കാൻ മെഡിറ്റേഷനിൽ. ഈ മീൻസ് ഫസ്റ്റ് മീൻസ് അറ്റൻഡിങ് ടു ബ്രെത്ത്, attending to your thought, attending to your emotion, attending to your environment. ഇതിനെ കൂടെ സെപ്പറേറ്റ് ഓരോന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ അറ്റൻഷൻ സിസ്റ്റത്തിന് കുറച്ചുകൂടെ കോൺക്രീറ്റ് ആക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇറ്റ് ഈസ് ബീൻ സയന്റിഫിക്കലി പ്രൂവൺ. മീൻസ് ഞങ്ങൾ FMRI ഫങ്ഷണൽ MRI കൂടെ കണ്ടുപിടിച്ച ഒന്നാണ്. മീൻസ് ആൾറെഡി ഉണ്ടായിരുന്നു, അത് ഇൻസ്റ്റേറ്റ് ചെയ്യിപ്പിച്ചു. പ്രീഫ്രണ്ടൽ കോർട്ടക്സിനെ ഗ്രേ മാറ്റർ തിക്നെസ് കുറച്ചുകൂടെ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ തിക്നെസ്സിന് കൂട്ടാൻ പറ്റും. ഹിപ്പോകാമ്പസിന്റെയും ഗ്രേ മാറ്റർ തിക്നെസ് കൂടും. ഇത് രണ്ടും കൂടുമ്പോൾ നമുക്ക് കാംനെസ് വരും. നമുക്ക് കാംനെസ് മാത്രമല്ല, അക്സെപ്റ്റബിലിറ്റി വരും. ദെൻ ഡിസിഷൻ മേക്കിംഗ് അല്ല, ഫേം ഡിസിഷൻസ് ആയിരിക്കും, നല്ല ഡിസിഷൻസ് കിട്ടും. ഇതൊക്കെ എല്ലാം പ്രൂവൺ ആണ്. അതുകൊണ്ടാണ് മൈൻഡ്ഫുൾനെസ് ഗോട്ട് സക്സീഡഡ് ഇൻ ദ വേൾഡ്, in the society, and moving ahead successfully. So thanking each one of you for doing mindfulness practice and accepting my words for last probably 50 minutes to 1 hour or so. So thanking Sabu sir for giving me an avenue to talk to really interested and inspired people, by which I am also happier to talk to them. Thank you sir. Thank you. താങ്ക് യു സർ. എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം. കമന്റ്സ് പറയും, നിങ്ങളുടെ എക്സ്പീരിയൻസ്. മൈൻഡ്ഫുൾനെസ്സിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രത്യേകമായ ഒരു ഫീലിംഗ് ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ജസ്റ്റ് ഒരു വാക്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും.
ഷാജിമാത് സാർ കേൾക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ ഈ തിരക്കുള്ള ജീവിതത്തിൽ മൈൻഡ്ഫുൾനെസ്സോട് കൂടി കാര്യങ്ങളെ തിരിച്ചറിയുവാണെങ്കിൽ അതിൽ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു എൻലൈറ്റൻമെന്റ്, ഒരു കാംനെസ് നമ്മുടെ മനസ്സിനും ശരീരത്തിനും നമ്മുടെ പ്രവർത്തനങ്ങൾക്കും ഉണ്ടാവും. ഇളങ്കോ സാറിന്റെ ക്ലാസ് നല്ലതായിരുന്നു. താങ്ക് യു സാർ, താങ്ക് യു ഓൾ, താങ്ക് യു സാർ. ഓക്കെ, ദെൻ ആരാ പറയുന്നേ? ജോഷ് സാർ ഉണ്ടോ? സരസ്വതി മാം, അമന ടീച്ചർ, ഉഷാകുമാരി, സുധോനൊക്കെ പറഞ്ഞല്ലോ അല്ലേ? പറയാണ്ടെങ്കിൽ പറയാം. ജിയോ, നാഷ്, മേരി, എസ് ഉഷാകുമാരി പറയാം. നമസ്കാരം എല്ലാവർക്കും. നല്ല ക്ലാസ് ആയിരുന്നു സർ. മെഡിറ്റേഷൻ വളരെ സൂപ്പറായിരുന്നു. സാറിൻ്റെ മൈൻഡ്ഫുൾനെസ് അതൊരു ഡിഫറെൻറ്റ് ക്ലാസ് ആയിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു. നമ്മുടെ ഓരോ നിമിഷവും നമുക്ക് മൈൻഡ്ഫുൾ ആകാം. അത് പലപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണെന്നുള്ളതാണ് അല്ലേ? ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാകാതെ, ഒരു എന്താ പറയുക, ഒരു അമിഗ്ഡല ഹൈജാക്ക് ഉണ്ടാകാതെ നമ്മളെ സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ ഈ മൈൻഡ്ഫുൾനെസ്സിന്റെ ഈ നിമിഷം ബ്രീത്തിങ് മാത്രം മതി. സാർ ഇപ്പൊ ചെയ്തപോലെ മനോഹരമായ ഒരു ബ്രീത്തിങ് പാറ്റേൺ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുമെങ്കിൽ എല്ലാത്തിനും മറക്കാൻ പറ്റും. ഈ കഴിഞ്ഞ 7 മിനിറ്റ് കൊണ്ട് ബ്രീത്തിങ്ങിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ചു. ഒരു ചിന്തകളൊന്നും വന്നില്ല. ബേസിക്കലി വന്നാൽ തന്നെ നമ്മുടെ ട്രാഫിക് പോലീസുകാരൻ കാണിക്കുന്ന പോലെ സ്റ്റോപ്പ് കൊടുക്കാതെ വണ്ടി പാസ് ചെയ്ത് തോട്ടുകളൊക്കെ പാസ് ചെയ്ത് വിടുന്നതായി എപ്പോഴും നമുക്ക് തിരിച്ചു വരാൻ പറ്റും. നമ്മുടെ റെസിലിയൻസ് പവർ കൂടുന്നു. നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള ആ ഒരു കപ്പാസിറ്റി, ഞാനാണ് സംസാരിക്കുന്നത്, ഞാനാണ് ഇത് ചെയ്യുന്നത്, ഞാനാണിത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് തിരിച്ചറിയാനുള്ള ഒരു ചാൻസ് ഈ മൈൻഡ്ഫുൾനെസ്സിന്റെ, പ്രത്യേകിച്ച് നമ്മളൊരു വാക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഹോളിസ്റ്റിക് മൈൻഡ്ഫുൾനെസ്സിന്റെ ഒരു സമഗ്രതയുടെ തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. റോയ് സാർ പറയും. രഘുവട്ട് സാറിന്റെ ഈ ക്ലാസ് എൻജോയ് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ് ആയിട്ടല്ല, ഇതുവരെയുള്ള ക്ലാസിന്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് പ്രോസസ്. അതിന്റെ ഒരു നിർവൃതിയാണ് ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്യുന്നത്. ഇതുവരെ സാർ പറഞ്ഞ പോലെ മൈൻഡ് ഈസ് എ സ്റ്റോറി ടെല്ലർ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു നമ്മളിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ എമോഷനും തോട്ടും എമോഷനും എൻവോൺമെന്റും എല്ലാം നമ്മുടെ കൺട്രോളിൽ വരുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ശരിക്കും എൻജോയ്. ഐ റിയലി എൻജോയ്. താങ്ക് യു സർ. താങ്ക് യു സർ, താങ്ക് യു. താങ്ക്സ് എ ലോട്ട് സർ. ജോഷി സാർ പറയും. സാറേ നമസ്കാരം. നമസ്കാരം സർ. സാറിന്റെ പോസ്റ്റ്, ഇലക്ട്രിക് പോസ്റ്റ് ശരിയായ സർ? എല്ലാം ശരിയായിരിക്കുന്നു. എല്ലാം ശരിയാവും സർ. അതെ അതെ, ഇത്രയേ ഉള്ളൂ. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തലത്തിലൂടെ കടന്നു പോവുക അല്ലേ സർ? അതെ അതെ അതെ. ഓക്കെ സാറ് ക്ലാസ്സുകളിൽ ഇന്നുൾപ്പെടെ എല്ലാ ക്ലാസ്സുകളിലും ഈ മൈൻഡ്ഫുൾനെസ് 7 വാക്കുകളിൽ വളരെ സിമ്പിളായിട്ട് ഒതുക്കാം എന്ന് ആർക്കും പ്രാക്ടീസ് ചെയ്യാം എന്നുള്ള നിലയിലേക്ക് ഇതിന് ലഘൂകരിച്ചാണ് ഓരോ ക്ലാസ്സുകളും കൈകാര്യം ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ചൂട്, അവിടെയും ഈ മൈൻഡ്ഫുൾനെസ്സിന്റെ വലിയ അത്യാവശ്യമുണ്ട്. അല്ലെങ്കിൽ നമുക്കിതൊക്കെ താങ്ങാൻ മേലാത്തതുപോലെ ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളെയും എൻ്റെ ഇപ്പൊ സാറ് സൂചിപ്പിച്ച ഇലക്ട്രിക് പോസ്റ്റ് ഉൾപ്പെടെ വലിയ തലവേദനയായി മാറും. അതുപോലെ തന്നെ ഈ കാലയളവിൽ എനിക്ക് തോന്നുന്നു ഇത് വീണ്ടും പ്രസക്തമാണ്. ഈ തിരഞ്ഞെടുപ്പ് കാലം വളരെ പ്രധാനപ്പെട്ട എന്തെല്ലാം തരം നുണകൾ കൊണ്ട് വളരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു നല്ല പേഴ്സൺ അല്ല എങ്കിൽ പലതിലും പെട്ടുപോകും, നമ്മളും അറിയാതെ പലതിൻ്റെയും ഒക്കെ രീതിയിൽ. അതുകൊണ്ട് എനിക്ക് ഈ പറയുന്ന
വളരെ കാലികമാണ് സാറ് ഈ പറഞ്ഞ വിഷയം എന്നെനിക്ക് തോന്നുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെയേറെ പ്രസക്തമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ നമുക്കിതെല്ലാം കേൾക്കുമ്പോൾ അക്ഷോഭ്യമായി ഇതിൻ്റെ ഇടയ്ക്ക് ജാതീയവും മതവും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളെല്ലാം കടന്നു വരുമ്പോഴും നമ്മളൊക്കെ ഈ ലോകത്ത് ഇതിന്റെയൊക്കെ ഭാഗമായി നീങ്ങുകയാണല്ലോ. പക്ഷെ വളരെ ബാലൻസ്ഡ് ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു തലം മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഉണ്ടാക്കിയെടുത്തില്ല എങ്കിൽ നമ്മൾ പെട്ടുപോകും എന്നെനിക്ക് ഓരോ ക്ലാസ്സുകളിലും സാറിന്റെ ക്ലാസ് കൂടുമ്പോഴും ആന്റണി സാറിന്റെ ക്ലാസ് കൂടുമ്പോഴും ഒക്കെ അത് തോന്നാറുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരുമ്പോഴും ഈ മെഡിറ്റേഷനിലേക്ക് വരുമ്പോഴും ഒക്കെ അതിന്റെ പ്രസക്തി കൂടുതൽ ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ ആഴ്ചകളിലും എല്ലാം ഈ ക്ലാസ്സുകൾ ധാരാളമായിട്ടുണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവിധ ഭാവുകങ്ങളും. നന്ദി. താങ്ക് യു. താങ്ക് യു സാർ. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? എനി മോർ കമന്റ്സ്? യെസ് സാർ പറയും. താങ്ക് യു സർ. ഇളങ്കോ സാർ, പ്രത്യേക സന്തോഷമുണ്ട്, ഒത്തിരി നന്ദിയുണ്ട്. അതായത് ദൈർഘ്യമേറിയ മെഡിറ്റേഷനിൽ കിട്ടുന്നതിനേക്കാൾ സുഖാനുഭൂതിയാണ് ഹ്രസ്വമായ ഈ സമയം കൊണ്ട് കിട്ടിയത്. അതിനൊരു പക്ഷേ കാരണം അതിനു മുമ്പുള്ള പ്രിപ്പറേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. സാറ് പറഞ്ഞാൽ ആ ബോഡി പോസ്റ്റർ, അങ്ങനെയുള്ള ആ ഒരു തയ്യാറെടുപ്പ് കുറച്ചുകൂടെ കോൺഷ്യസ് ആകാൻ സഹായിച്ചതുപോലെ തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ 7 വാക്കിൽ ഒതുക്കാം ഈ മൈൻഡ്ഫുൾനെസ്. അതിവിശാലമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന 7 വാക്കുകൾ. അതെ, ആ 7 വാക്ക് കുറിച്ചെടുക്കാൻ പറ്റിയില്ല, പക്ഷെ അത് യൂട്യൂബിൽ ഉണ്ടല്ലോ, അതുകൊണ്ട് നോക്കിയെടുക്കാം എന്ന് കരുതി. സാറ് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണം സാറേ. ഇളങ്കോ സാർ എന്തോ പറഞ്ഞു. സിമ്പിൾ വാക്കുകളാണ് സർ. ബി അവെയർ, അറ്റൻഡ് ടു ദാറ്റ്, ബി പ്രസന്റ് ഇൻ ദ പ്രസന്റ് മൊമെന്റ് ടു മൊമെന്റ്, അല്ലെങ്കിൽ വിത്തൗട്ട് പ്രീ ജഡ്ജ്മെന്റ്. ഈ 4 വാക്കിനാണ് എക്സ്ട്രാordinary ഇമ്പോർട്ടൻസ്. പിന്നെ ബിഗിനേഴ്സ് മൈൻഡ്, ലെറ്റ് ഗോ ആൻഡ് ഹാവ് ക്യൂരിയോസിറ്റി. ഇത്രയേ ഉള്ളൂ 7 വാക്കുകൾ. സാറേ, 7 വാക്കുകളെ സാറോ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇപ്പൊ ഒന്ന് ഇടാമെങ്കിൽ കോപ്പി ചെയ്തോളാം. ഓക്കെ സർ, ചെയ്യാം. താങ്ക് യു സർ, താങ്ക് യു. വളരെ ശരിയാ അത്. Aware, attend, അവെയർ, അറ്റൻഡ്, ഇട്ടിട്ടുണ്ടോ? ബിഗിനേഴ്സ് അല്ല, moment to moment presence, മൊമെന്റ് without prejudgment. Beginner's mind. without prejudgment. Beginner's mind. Beginner's mind. Let go. Curiosity. അല്ലേ? അത് എഴുതുന്നവർക്ക് പറ്റും. മതിയോ സർ? സാറേ ഇട്ട് തരാം. എനിക്കൊരു കുഴപ്പമുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നിച്ചായിരുന്നെങ്കിൽ എനിക്ക് അത് ഒറ്റ. ഞാൻ ഇട്ട് തരാം. ഓ, വെരി ഗുഡ്. താങ്ക് യു. സാർ, ഇത് സാർ മൈൻഡ്ഫുൾനെസ് അടിച്ച ഈ വാക്കുകൾ കിട്ടും സർ. തിക് നാറ്റ് ഹാൻഡിന് ഒറിജിനൽ വേർഡ്സ് ആണ് ഇതെല്ലാം. അല്ലെങ്കിൽ അതിന് ഫർദർ ജോൺ കബട്സിൻ ചെയ്തതും, അല്ലെങ്കിൽ മീൻസ് സിന്ദൽ സഹൽ എന്ന് പറയുന്നവർ സയന്റിസ്റ്റ് ചെയ്തതോ, അല്ലെങ്കിൽ മാർക്ക് വില്യംസ് ചെയ്തതോ, ഇതെല്ലാവരും ഈ വാക്കുകളിലാണ്. നമ്മൾ എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക. അതെ, അത്രേ ഉള്ളൂ. ജോൺ ടേസ്റ്റിൽ നിന്ന് വേറൊരു സയന്റിസ്റ്റ് ഉണ്ട്. ഇവർ 5-6 പേരാണ് ഇതിന്റെ പുറകിൽ കൂടെ നടന്നുകൊണ്ടിരുന്ന ആൾ. ഇപ്പോൾ ഞാനും ഒരു പ്രോബ്ലി 5 to 6 years മെഡിക്കൽ കോളേജിൽ എനിക്ക് ആ
ടീം സപ്പോർട്ട് ചെയ്തപ്പം അതിൻ്റെ പുറകെ ഞങ്ങൾ ഒരുപാട് റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പം കുറച്ചിട്ട് വേറൊരു ഏരിയയിലോട്ട് ഇപ്പം DBTയും അത് ഇതിലും ഡയലക്ച്വൽ ബിഹേവിയർ തെറാപ്പിയിലും വേറെ ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ആണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മീൻസ് ഈവൻ ബിഹേവിയർ CBTന് MUCBTന്ന് ഞങ്ങൾ മാറ്റി നോക്കിയപ്പോൾ നല്ല ഇതുണ്ട്. മീൻസ് CBT എന്ന് പറഞ്ഞാൽ കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പീന് മൈൻഡ്ഫുൾ യൂണിഫൈഡ് കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എങ്ങനെ ചെയ്യാമെന്ന്. പക്ഷെ ഫൈനലി എൻഡ് ഓഫ് ദി ഡേ ഈ 7 വാക്ക് അല്ലെങ്കിൽ സാർ ഒരു 8 വാക്ക് അഡീഷണൽ ആയിട്ട് വന്നുണ്ടെങ്കിലും കൂട്ടാം, അത്രേ ഉള്ളൂ. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ്? നമുക്ക് സാറേ wind up ചെയ്യാം. ഒറ്റ സെക്കൻഡ് സാറേ, നമസ്കാരം. മെഡിറ്റേഷനിൽ സാറ് ജോർജ് സാറ് പറഞ്ഞ പോലെ നമ്മളധികം സമയം സാർ അധികം എടുത്തില്ല, 7 മിനിറ്റ് എന്നിട്ട് നല്ലതാണ്. കാരണം ആ ഇരിക്കുന്നതിന്റെ ഇതും പിന്നെ അതുപോലെ സാബു സാറ് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സൊരു മാന്ത്രിക കുതിരയാണ്. അതിനെ പിടിച്ചു കെട്ടണമെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു മെന്റൽ ആ പവർ വേണം. അത് സാറ് നല്ല രീതിയിൽ ചെയ്യിച്ചു. താങ്ക് യു സാർ. താങ്ക് യു മാം, താങ്ക്സ് ലോട്ട് മാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. നാളെ നമുക്ക് ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ ക്ലാസ് ആണ്. ഇളങ്കോ സാറിന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ വന്നതാണ്. സോ അതെ, ഷൂ ഊരിയിട്ടിട്ട് നേരെ അത് കയറിയിരുന്നതാണ് സർ. അതെ. അപ്പം താങ്ക് യു സർ, നന്ദി സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു സർ. ബൈ സർ, ബൈ. See you. താങ്ക് യു you. everybody and good night. Thank you, sir. Good night.